അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ എല്ലാ വിഷയത്തിന്റെ മേൽ സാക്ഷ്യമാക്കും. സകല കാര്യത്തിലും ദൈവം നമ്മളെ അത്ഭുത സാക്ഷ്യമാക്കി മാറ്റുവാൻ ദൈവം ഇടയാക്കും. നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ പ്രാർത്ഥനയോടെ തന്നെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. വലിയ കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. വൻ കൃപകളാൽ സ്വർഗം നമ്മളെ നടക്കുവാൻ ഇടയായിത്തീരും. വലിയ പ്രവർത്തികളാൽ സ്വർഗം നിങ്ങളെ എല്ലാ മേഖലയിലും സാക്ഷ്യമാക്കി മാറ്റും. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഈ നിമിഷം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ എല്ലാ ദിവസവും ഉറപ്പോടെ ധൈര്യത്തോടെ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല, ഞാൻ നീതിമാനാണ്, അനുഗ്രഹിക്കപ്പെട്ടവനാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അനുവാദമില്ല, അവകാശമില്ല. എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ഡിവൈൻ ഹെൽത്തിലും ലോങ് ലൈഫിലും ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കുവാൻ എനിക്ക് അവകാശമുണ്ട്. ഇന്ന് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരത്തില്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയമറിയും. എൻ്റെ തലമുറയെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഞാനിത് കേൾക്കും. പാമ്പുകളെയും തേളുകളെയും ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ പ്രവൃത്തിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. തുടർമാനമായി കർത്താവിന്റെ വചനം കേട്ടുപോകുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. 1-2 ദിവസം നമുക്ക് പ്രാർത്ഥനയൊന്ന് ബ്രേക്ക് ആയിരുന്നു. എൻ്റെ ടൈമിങ്ങളെല്ലാം ഒത്തിരി ഒന്ന് മാറിപ്പോയി. ചില കാര്യത്തിൽ നമുക്ക് കുറച്ച് ഞാൻ സമയം മറ്റു കാര്യത്തിലേക്ക് ഒന്ന് പോകേണ്ടി വന്നു. കർത്താവിൻ്റെ നാമത്തിൽ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാം അത് പ്രാർത്ഥന മിസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ? 1-2 ദിവസം എനിക്കൊന്നല്ലേ? എത്ര പേർക്ക് അത് മിസ് ചെയ്ത്? ആമേൻ. അപ്പൊ 2 ദിവസം നമുക്ക് പ്രാർത്ഥനകൾ മിസ്സായി. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യൂട്യൂബിലും ഫേസ്ബുക്കിലും സൂമിലും ഒക്കെ കാണുന്നവര്, നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. മാറ്റങ്ങൾ വരുമ്പോൾ പ്രാർത്ഥനയുടെ സമയങ്ങളോ പ്രാർത്ഥന ഇല്ലെങ്കിലോ ഒക്കെ അതിന്റെ അപ്ഡേഷൻ ഒക്കെ അവിടെ വരുന്നതായിരിക്കും. നമ്മുടെ അതുപോലെ തന്നെ എല്ലാ ഗ്രൂപ്പുകളിലും നിങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുക. എന്തിനാണ് ബന്ധപ്പെടുന്നത് വെച്ചാൽ പല ആൾക്കാർ ഇങ്ങനെ ചിലപ്പോൾ പ്രെയർ ഇല്ലെങ്കിലും ഇങ്ങനെ കോൾ വന്നുകൊണ്ടേയിരിക്കും, പ്രെയർ ഇല്ലേ. അപ്പോൾ എനിക്ക് ഇത്രയും ആൾക്കാർക്ക് 100, 200, 300 പേർക്ക് മെസ്സേജ് റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് നടക്കാത്ത കാര്യം എപ്പോഴും ഞാൻ പറയാറുണ്ട്. പ്രെയർ ഇല്ല എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൽ നല്ലത് നിങ്ങൾ ഗ്രൂപ്പിൽ ചേരുമ്പോൾ ആരെങ്കിലും, ഞാനല്ലെങ്കിൽ സഹോദരന്മാരാരെങ്കിലും പ്രെയറിൻ്റെ കാര്യങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. സൺഡേകളിൽ നമുക്ക് ഇനി മുതൽ അതിൻ്റെ കുറച്ച് സൗണ്ടിൻ്റെയും കാര്യങ്ങളുടെയും വീഡിയോയുടെ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഇനി മുതൽ സൺഡേകളിൽ കർത്താവ് അനുവദിച്ചാൽ നമ്മൾ എല്ലാ ദിവസവും എല്ലാ സൺഡേയിലും രാവിലെ, അതായത് ഇന്ത്യൻ സമയം 3 മണിയാണ് ഇപ്പം, അത് വ്യത്യാസം വരും. ഇന്ത്യൻ സമയം വൈകുന്നേരം 3 മണിക്ക് ഞായറാഴ്ചകളിൽ ആ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ സൺഡേ നമുക്കിനി പ്രെയർ വരുന്നത് ആ ടൈമിലായിരിക്കും. സൺഡേ മാത്രം, ഞായറാഴ്ച മാത്രം ആ സമയത്തായിരിക്കും. ബാക്കിയെല്ലാം ഈ സെയിം സമയത്ത് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വന്നുകൊണ്ടിരുന്ന വചന ചിന്ത എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഒരു വിഷയമാണ് നമ്മൾ 3-4 ദിവസം ധ്യാനിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ഇടയിൽ വന്ന പാപം ദൈവത്തിൽ നിന്നാണ്. 3-4 ദിവസമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒറ്റ ചിന്തയായിരുന്നു, ദൈവം പാപത്തെ മോചിപ്പിച്ചു, അകൃത്യങ്ങൾ നീക്കി ദൈവം പ്രവർത്തിക്കുന്നത് വചനത്തിലൂടെ. ഒരു മെയിൻ പോയിന്റ്. നമ്മൾ ഇതെല്ലാം വാക്യങ്ങൾ പറഞ്ഞിരുന്നു, പക്ഷെ ഒരു മെയിൻ ചിന്തയായിരുന്നു, ഒരു വാക്യം. അത് തന്നെ ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. അതാണ് നമ്മുടെ മെയിൻ. ബാക്കി എല്ലാ വചനങ്ങളും എടുത്താണ്, അത് മറന്നു പോകില്ല. അതാണ് ഇന്നും നമ്മൾ എടുക്കാൻ പോകുന്നത്. 4-ാം ദിവസവും അല്ലെങ്കിൽ 4-ാം ദിവസവും നമ്മൾ അതേ വാക്യം തന്നെയാണ്, ഈ ലോകത്തോട് അനുരൂപരാകരുത്. അപ്പൊ അത് മറന്നു പോകരുത്. ഇന്ന് ആ വചനവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ധ്യാനിക്കുവാൻ വേണ്ടി പോകുന്നത്. സ്വർഗത്തിലെ ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. ദൈവം സകല കാര്യത്തിലും അത്ഭുതമാക്കി മാറ്റട്ടെ. ഞങ്ങളോട് എപ്പോഴും പറയണം, നിങ്ങൾ ദുരുപദേശങ്ങളിൽ കുടുങ്ങിപ്പോകുന്നവരാകരുത്. ദുരുപദേശം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ പ്രാർത്ഥനകളും എല്ലാ കൂട്ടായ്മകളും നിങ്ങൾ ചിന്തിക്കരുത് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയാണെന്ന് ചിന്തിക്കരുത്.
വൺസ് പല ആൾക്കാർ ഞാൻ സംസാരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് എത്ര വചനം പറഞ്ഞു കൊടുത്താലും അവരുടെ തലയ്ക്കകത്തോട്ട് ഇത് കയറത്തില്ല. എന്തുകൊണ്ടെന്നാൽ ഇവർ ആദ്യം കേട്ട ചില അടിസ്ഥാനങ്ങൾ ഇവരുടെ ബ്രെയിനിൽ ഇങ്ങനെ സേവ് ചെയ്ത് കിടക്കും. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അവരെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാലും, പണ്ട് എനിക്കറിയാം, ഞാനത് കേട്ട, നിങ്ങൾ എറണാകുളത്ത് വന്ന ഒരു ആൻറ്റി സാക്ഷ്യം പറഞ്ഞത്, ഞാൻ കുറേ നാൾ പഠിച്ചും കേട്ടുകൊണ്ടിരുന്ന, വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരുന്നത്, തരണേ തരണേ തരണേ, ലഭിക്കണേ ലഭിക്കണേ, കരഞ്ഞു പ്രാർത്ഥിക്കണം, അങ്ങനെ പ്രാർത്ഥിക്കണം, ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നാണ്. പക്ഷേ എനിക്ക് മനസ്സിലായി, വചനത്തിലൂടെ എനിക്ക് മനസ്സിലായി ഞാൻ അവകാശിയാണെന്നും എനിക്ക് അവകാശങ്ങളുണ്ടെന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും മനസ്സിലായി. ആ സഹോദരി സാക്ഷ്യം പറഞ്ഞു, ക്യാൻസർ മാറിയത്, മറ്റൊത്തിരി വിഷയങ്ങൾ മാറിയ സാക്ഷ്യങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടായിരുന്നു. അപ്പം ചില ആൾക്കാർക്ക് അത് ഈ ഒരു വിഷയം പുറത്തു വരും. എന്നാൽ പല ആൾക്കാർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുവാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പിശാചിന്റെ പ്രവൃത്തികൾ എത്ര ശക്തമായിട്ട് വന്നാലും നിങ്ങൾക്കതിനെ ജയിക്കുവാൻ കഴിയും. നിങ്ങളുടെ നാവ് കൊണ്ടോ നിങ്ങളുടെ ചിന്ത കൊണ്ടോ നിങ്ങൾ പിശാചിനൊരു ആയുധം ഇട്ട് കൊടുക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് പിശാചിന്റെ ആയുധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അവിശ്വാസമാണ്. എന്താണ് അവിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. ചിലർ പറയാറുണ്ട്, ബ്രദറെ, എൻ്റെ വീട്ടിൽ മൊത്തം ബന്ധനമാണ്, എൻ്റെ കുടുംബത്തിൽ മൊത്തം വിഷയമാണ്, എൻ്റെ കുടുംബത്തിൽ മൊത്തം പ്രശ്നം. നിങ്ങളത് പറയുമ്പോൾ എന്നാ കുഴപ്പമെന്നറിയാവോ? അത് നിങ്ങളുടെ ജീവിതത്തിൽ പിശാചിനെ കയറാനുള്ളൊരു വാതിലാണ്. പിന്നെ ബ്രദറെ, ഞാൻ എന്തുകൊണ്ടാണ് ബ്രദറെ എൻ്റെ ജീവിതത്തിൽ പ്രശ്നം? ഞാൻ പറഞ്ഞത്, വൺസ് നിങ്ങളൊരു പ്രാർത്ഥനാ റിക്വസ്റ്റ് ആരോടെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കരുത്. നിങ്ങൾ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും തോറും പ്രശ്നം വർദ്ധിക്കും. ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റവും വരാനില്ല. എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ബ്രദറെ. ഇത് നിങ്ങളൊരു 10 വർഷം പറഞ്ഞുകൊണ്ടിരുന്നു നോക്കി, ഒരു വ്യത്യാസവും വരത്തില്ല. എന്നാൽ ആ പ്രശ്നം അവിടെ നിൽക്കുമ്പോൾ തന്നെ അതിനെ ജയിക്കുന്ന വചനം എന്ന വാളുകൊണ്ട് അതിനെ വെട്ടിക്കൊണ്ടിരുന്നാൽ ആ പ്രശ്നം അവിടെ നീങ്ങും, ദൈവപ്രവൃത്തി അവിടെ ഉണ്ടാവും. അതുകൊണ്ട് മറന്നു പോകല്ലേ. പല ഉപദേശങ്ങൾ, ഒത്തിരി പേരെ കഴിഞ്ഞ ദിവസമൊക്കെ കുറച്ച് ആൾക്കാരോടൊക്കെ ഇങ്ങനെ പ്രയർ ലൈനിലൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ ഇടയായിത്തീർന്നു. കിട്ടുന്ന കോളൊക്കെ എടുക്കാൻ പറ്റി. അപ്പം ചിലരുടെ ഉള്ളിലെ തെറ്റിദ്ധാരണകൾ ഇങ്ങനെയാണ്, അത് മാറിപ്പോട്ടെ. നിങ്ങൾ ഉപദേശം, നിങ്ങൾ ബൈബിളെ ശ്രദ്ധിക്കുക. വചനത്തിൽ പറഞ്ഞ ആളുകൾ എന്തും പറഞ്ഞുകൊണ്ട് അവരുടെ പുറകെ പോകരുത്. ബൈബിൾ പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക. നമുക്ക് ആ വാക്യത്തിലേക്ക് വരാം. റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അകത്താണ് ആ വാക്യം നമ്മൾ കേട്ടത്. 12-ാം അധ്യായത്തിൻ്റെ അകത്ത് ആ വചനം ശ്രദ്ധിച്ചു നോക്കുക. അവിടെ ഇങ്ങനെയാണ്, അവിടെ ആ വാക്യം ഇങ്ങനെയാണ്, നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത്. ഇങ്ങനെ കൊടുത്തേക്കുന്നത്, ഡു നോട്ട് ബി കൺഫോം ടു ദിസ് വേൾഡ്. നിങ്ങൾ ഈ ലോകത്തോട് ചേരരുത്. അപ്പോൾ കൺഫോംഡ് എന്നുള്ള വാക്ക് കേട്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ യഥാർത്ഥത്തിൽ ഈ ഒരു അനുരൂപരാകുക എന്നുള്ള അർത്ഥവുമായിട്ട് ബന്ധമുണ്ടെങ്കിലും കുറച്ചും കൂടെ മറ്റൊരു പദത്തിലേക്ക് അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ട് അല്ലേ. അവിടെ കൊടുത്തേക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, ഡു നോട്ട് ബി കൺഫോം ടു ദിസ് വേൾഡ് ബട്ട് കണ്ടിന്യൂസ്ലി ബി ട്രാൻസ്ഫോം ബൈ ദ റിന്യൂവിങ് ഓഫ് യുവർ മൈൻഡ്. ഞാനൊരു ISV എന്ന് പറഞ്ഞൊരു വേർഷനാണ് വാങ്ങിച്ചത്. നിങ്ങൾ ചിലപ്പം വേറെ പല വേർഷൻ ഉണ്ടെങ്കിലും എല്ലാം ഒരു കണക്ഷൻ ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് ഏകദേശം ഒരു കണക്ഷനാണ്. എനിക്ക് ആ 2 വാക്കുകൾ വളരെ ഇഷ്ടപ്പെട്ടു. ഒന്ന്, ബൈബിൾ പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിലുള്ളവരാന്ന് അനുരൂപരാകരുതെന്നുള്ള അർത്ഥമാണ്. പക്ഷെ നമ്മൾ ഈ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, കൺഫോംഡ്. ഡു നോട്ട് ബി കൺഫോം ടു ദിസ് വേൾഡ്. നിങ്ങൾ ഈ ലോകത്തിൽ അല്ലെന്ന് നിങ്ങൾ കൺഫേം ചെയ്യണം, അല്ലെങ്കിൽ അനുരൂപരാകരുത്. ഈ അനുരൂപരാകരുത് എന്നുള്ള വാക്ക് ഞാനൊന്ന് മാറ്റിയിട്ട് കൺഫോംഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുവാണേ. നിങ്ങൾ ഈ ലോകത്തിൽ ഉള്ളവരല്ല, ഈ ലോകത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നവരല്ല എന്ന് നിങ്ങൾ എപ്പോഴും കൺഫേം ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പറയാം, എനിക്ക് ദൈവകൃപ, ഞാൻ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ സുവിശേഷമായിട്ട് 2012 ഫുൾ ടൈം ആയിട്ട് ഇറങ്ങാൻ ഇടയായിത്തീർന്നു. ഫുൾ ടൈം കർത്താവിന് വേണ്ടി 2020 ആയ സമയത്ത് ഈ രാജ്യത്തോട്ട് വരുന്നത് മുഖാന്തരം ജോലിയോട് ബന്ധപ്പെട്ട് ദൈവം ഒരു വാഗ്ദത്ത പ്രകാരം ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഈ ജോലിയുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഞാനത് എപ്പോഴും പറയാറുണ്ട്, എൻ്റെ പ്രയോറിറ്റി, എൻ്റെ ഏറ്റവും വലിയ ജോലി സുവിശേഷ വേലയാണ്. സുവിശേഷം ചെയ്യുന്നവൻ സുവിശേഷത്താൽ ജീവിക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ പ്രയോറിറ്റി. ഞാൻ എൻ്റെ മനസ്സിൽ സെറ്റ് ചെയ്തു, സുവിശേഷം ചെയ്യുവാൻ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു. ലോക രാജ്യങ്ങളിൽ മുഴുവൻ പോയി അനേക സൃഷ്ടിയോട് സുവിശേഷം പറയാൻ ബൈബിൾ എന്തു പറയുന്നു? മർക്കോസ് 16:16 പറയുന്നു, ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയുവാൻ കർത്താവ് നിങ്ങളെയും എന്നെയും അഭിഷേകം ചെയ്യുന്നു. നിങ്ങൾ വീട്ടമ്മയായിരിക്കാം, ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം, നിങ്ങൾ തൊഴിലുറപ്പിന് പോകുന്ന വ്യക്തിയായിരിക്കാം, പല രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കും, നേഴ്സോ ഡോക്ടറോ എന്തു ആയിക്കോട്ടെ, ഏത് വ്യക്തിയാണ് രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ, നിങ്ങളുടെ ഏറ്റവും വലിയ ജോലി സുവിശേഷമാണ്. രണ്ടാമതാണ് നിങ്ങളുടെ ജോലി. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ബൈബിൾ പറയുന്നത്, ഡു നോട്ട് ബി കൺഫേം ദിസ് വേൾഡ്. നിങ്ങൾ ഒരിക്കലും ഈ ലോകത്തിൽ ഉള്ളവരെന്ന് നിങ്ങൾക്കൊരിക്കലും നിങ്ങളത് കൺഫേം ചെയ്യണം, ഞാൻ ഈ ലോകത്തിലുള്ളവനല്ല.
അപ്പൊ ഈ ഉപദേശം നിങ്ങൾ പലപ്പോഴും ചില സഭകളിൽ നിങ്ങൾ കേട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പല ആൾക്കാരും കേട്ടിരിക്കുന്നത്, നമ്മൾ ഈ ലോകത്തിലുള്ളവരല്ല, ഈ ലോകവുമായിട്ട് നമുക്ക് ബന്ധമില്ല, ലോകം എനിക്ക് വേണ്ട, ലോകത്തിന്റെ മോഹം എനിക്ക് വേണ്ട എന്നൊരു ഉപദേശം പോകുന്നൊരു വാക്കുണ്ട്. യഥാർത്ഥത്തിൽ ലോകം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും മദ്യപാനി, വെറുക്കൂത്തുകാരൻ, അങ്ങനെയാണ് പാപികൾ, വിഗ്രഹാരാധികൾ, ഇങ്ങനെയുള്ള ഒരു കൂട്ടമാണ് ലോകമെന്നാണ് ബൈബിൾ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്, അല്ലേ? എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കുന്നത് ഈ ലോകത്തോട് അനുരൂപരാകരുതെന്ന് പറഞ്ഞ് ഈ ലോകത്തിനൊരു സിസ്റ്റം ഉണ്ട്. മദ്യപാനിയും വെറുക്കൂത്തുകാരനും മാറി നിൽക്കട്ടെ, അവനോട് അനുരൂപരാകരുത്, പക്ഷെ ഈ ലോകത്തിനൊരു സിസ്റ്റം ഉണ്ട്. അതുകൊണ്ടാണ് തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്തിന് അനുരൂപരാകാതെ പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോണം? ദൈവത്തിന്റെ ഹിതം ഇന്ന് തിരിച്ചറിഞ്ഞ് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടണം. ഓക്കെ, ഇവിടെ വാക്ക് ബട്ട് ബി ട്രാൻസ്ഫോർഡ് ബൈ ദ റിന്യൂവിംഗ് ഓഫ് യുവർ മൈൻഡ്. നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തണം. നമ്മുടെ മനസ്സിൻ്റെ അകത്ത്, ചിന്തയ്ക്കകത്ത് നമുക്കൊരു വ്യത്യാസം വരുത്തണം. ഞാൻ പണ്ട് ചോദിച്ചിട്ടുള്ളത്, അല്ലേ, തലവേദന വന്നാൽ നിങ്ങൾ ആദ്യം തപ്പുന്നത് എന്നായിരിക്കും? തലവേദന വന്നാൽ പെട്ടെന്ന് തപ്പുന്നത് എന്തുമായിരിക്കും? നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്തു, തലവേദന വന്നാൽ നമ്മൾ ആരും ഡോക്ടറോ നേഴ്സോ അല്ല, പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് പാരസെറ്റാമോൾ വരും, വിക്സ് വരും, ആ പിടിക്കുന്ന എല്ലാ സെറ്റപ്പുകളും നമ്മൾ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വരും. ആര് ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യും? ഒരു പാരസെറ്റാമോൾ എടുത്ത് കൊടുക്കും. എവിടുന്ന് കിട്ടിയ അറിവ്? ലോകത്തിൽ നിന്ന് കിട്ടി. ഡോക്ടറും നിങ്ങൾ MBBS പഠിച്ചിട്ടാണോ? അല്ല. നേഴ്സിംഗ് പഠിച്ചിട്ടാണോ? അല്ല. മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധമുള്ളതാണോ? അല്ല. പക്ഷെ നിങ്ങൾക്ക് ലോകത്തിൽ നിന്ന് ലഭിച്ചൊരറിവുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു രോഗം വരുമ്പോൾ, ആ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്? പാരസെറ്റാമോൾ എടുക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ക്യാൻസറിനുള്ള മരുന്ന് ആർക്കെങ്കിലും അറിയാവോ? ഒരു സാധാരണക്കാരനൊന്ന് ഉത്തരം പറഞ്ഞ്. ഡോക്ടർമാരും നേഴ്സുമാരൊന്നും പറയരുതേ. അറിയില്ല. ക്യാൻസറിന്റെ മരുന്ന് നമുക്ക് അറിയാത്തതിന്റെ കാരണം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല. അത് പാരസെറ്റാമോൾ കഴിച്ചാൽ തലവേദന പോവും, പക്ഷെ ക്യാൻസറിന്റെ കാര്യത്തിൽ വരുമ്പോൾ അത് ഇച്ചിരി ഗ്രേഡ് കൂടുതൽ, അല്ലേ? അതിന്റെ മരുന്നുകൾക്ക് വ്യത്യാസമുണ്ട്. അത് നമുക്ക് അതിന്റെ പേരുകൾ അറിയത്തില്ല, പല വകഭേദങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് വലിയ അറിവില്ല. നോക്കിക്കേ, അപ്പം ഈ ലോകത്തിന് അനുരൂപരാകരുന്നു. ഇതിനൊരു സിസ്റ്റമുണ്ട്. രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ സോഴ്സ്, രക്ഷിക്കപ്പെട്ട വ്യക്തി ജീവിക്കേണ്ടത് സ്വർഗത്തിലെ കണക്ഷനുമായിട്ട്. ഞാനത് പെട്ടെന്ന് വായിച്ചിട്ട് വേഗം മടങ്ങി വരാവേ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം കാണാൻ പറ്റുന്നുണ്ടല്ലോ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പകൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട വ്യക്തിയെ പറ്റിയാണ് പറഞ്ഞത് കേട്ടോ. ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിച്ചു. ഇപ്പൊ രക്ഷിക്കപ്പെട്ടവൻ ഇരുത്തിയിരിക്കുന്നത് സ്വർഗത്തിലാണ്. നമ്മൾ പലരും പഠിപ്പിച്ചിട്ടില്ലേ, നമ്മളെല്ലാവരും നിത്യതയിൽ ദൈവത്തിന്റെ കൂടെ പോകാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. ഇവിടെ ബൈബിൾ നോക്കിയേ, അതായത് നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. അപ്പൊ രക്ഷിക്കപ്പെട്ട വ്യക്തി ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളെപ്പറ്റി പറയുന്നു, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. എന്നിട്ട് ബൈബിൾ പറയുന്നു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിക്കണം. നോക്കിയേ, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ആദ്യം പറഞ്ഞു ഈ ലോകത്തോട് അനുരൂപരാകരുത്. രണ്ടാമത് പറയുന്നു ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിക്കണം. അപ്പൊ തലവേദന വരുമ്പോൾ പാരസെറ്റാമോൾ എടുത്ത് ഓടിപ്പോയി അത് എടുക്കാൻ പഠിച്ചതുപോലെ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ ചിന്തയ്ക്കകത്തോട്ട് ദൈവികമായിട്ടുള്ള സൊല്യൂഷനുകളെ കണ്ടെത്തുവാൻ നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? ട്രെയിൻ ചെയ്യിപ്പിക്കണം. നോക്കിയേ, അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഞാൻ ആ വാക്കെന്ന് വായിക്കാം. ബട്ട് കണ്ടിന്യൂസ്ലി ബി ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂവിംഗ് ഓഫ് യുവർ മൈൻഡ്. എനിക്ക് ആ വാക്ക് ഇഷ്ടം. തുടർച്ചയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ പരീക്ഷിക്കണം, അതിനെ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥനാ ജീവിതം നിങ്ങളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി സ്പിരിച്വൽ ലൈഫ് ആയിരിക്കണം. പലരും ചിന്തിച്ചിട്ടുണ്ട്, ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിട്ട് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, ഇനി ഇട മീറ്റിങ്ങുകൾ വല്ലതും ഉണ്ടെങ്കിലും അതിൽ കൂടുന്നു. ഇതിൻ്റെ അപ്പുറത്തേക്കല്ലാതെ ആദ്യം ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് സാലറി എല്ലാ മാസവും മേടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാ മാസവും സാലറി ലഭിക്കുന്ന?
ഉണ്ട്. എല്ലാ മാസവും സാലറി മേടിക്കുന്ന, ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ വീട്ടമ്മയാണെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ സാലറി എല്ലാ മാസവും മേടിക്കും, അല്ലെങ്കിൽ ഡെയിലി കിട്ടുന്നവരും ഉണ്ടായിരിക്കും, ദിവസവും ജോലി കിട്ടുന്നവരുണ്ട്. അപ്പൊ നമ്മുടെ അടിസ്ഥാനം ഈ ലഭിക്കുന്ന ഈ മാസ വരുമാനമോ ദിവസവും ലഭിക്കുന്ന ഈ ഒരു വരുമാനത്തിന്റെ അകത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? എന്നാൽ ഞാൻ തിരിച്ചു പറയാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം, രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം വലിയ നന്മകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സോഴ്സ് ആണ് എന്നെ നടത്തുന്നത്. അപ്പൊ ഈ ജോലി എനിക്ക് ഒരു സെക്കൻഡറി ആണ്. എനിക്ക് കർത്താവിന്റെ സുവിശേഷം, രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ സുവിശേഷം ദൈവരാജ്യത്തെ പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. അഭിഷേകം എന്ന് പറഞ്ഞാൽ അനോയിന്റ് ചെയ്തിരിക്കുന്നു, അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് എൻ്റെ ജോലി. അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യുന്ന ജോലിയോ ദൈവം എന്നെ ആക്കി വെച്ചതാണ്. സുവിശേഷം പറയുവാൻ വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും ദൈവം എന്നെ ഇപ്പൊ ജോലി സ്ഥലത്ത്, ഈ ഭൂമിയിൽ ഒരു സ്ഥലത്ത് എന്നെ ആക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഒരു ചോദ്യം, ഈ ശമ്പളം ഉള്ളത് കൊണ്ടല്ലേ നീ ജീവിക്കുന്നത്? ഉടനെ എൻ്റെ കൂടെ പറഞ്ഞാൽ എൻ്റെ കൂടെ എന്ന് പറഞ്ഞ, അല്ല, സ്വർഗത്തിലെ നന്മ ഉള്ളത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് പറഞ്ഞേ. നമ്മൾ ഈ രണ്ട് വിഷയങ്ങളാണ് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടുവന്നത്. ഒന്ന്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. എന്നിട്ട് നമ്മൾ പറഞ്ഞു രണ്ട് കാര്യമാണ്. ഒന്ന്, ആരോഗ്യവും നന്മയുമാണ് നമ്മുടെ മെയിനായിട്ടുള്ള തോട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. ഇനി മറ്റൊരു വാക്യത്തിലേക്ക് ഞാൻ വേഗത്തിൽ നിങ്ങളെ കൊണ്ടുപോകാം. ഫിലിപ്പിയ ലേഖനത്തിലൊരു വാക്യമുണ്ട്, തെസ്സലോനിക്കയിൽ എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. നോക്കിയേ, ഇനി ഇവിടെ മുതൽ ഞാൻ വായിക്കാം. ഫിലിപ്പിയരെ 14 മുതൽ വാക്യം. എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ എന്നോട് കാണിച്ച കൂട്ടായ്മയ്ക്കായി, പൗലോസ് പറയാണ്, എൻ്റെ കഷ്ടതയിൽ, പൗലോസ് ആ വാക്ക് നോക്കിയേ, എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കെദോനിയയിലും പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചിലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ലതാനും. തെസ്സലോനിക്കയിൽ എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറിയ ഫലം അത്രേ വരുന്നത്. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധമായിരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യയാകുമായി എപ്രദോതിലേക്കും കയ്യാൽ പ്രതിക്രിയച്ച് തൃപ്തനായിത്തിരിക്കുന്നു. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോളം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തത്. നിങ്ങൾ ഈ വാക്യം നോക്കി, എനിക്ക് ചില വാക്കുകളൊക്കെ ചില വായിക്കാൻ നമുക്ക് കഠിനമായ, പണ്ടത്തെ ഈ ആദ്യ കാലഘട്ടത്തിൽ വലിയ പണ്ഡിതന്മാർ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ചില വാക്കൊക്കെ എൻ്റെ നാക്കേ വരാതെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിരിക്കുമൊന്നും വേണ്ട. കഠിനമായ ചില വാക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും, എങ്കിലും നോക്കി ഇവിടെ നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പോസ്തലനായ പൗലോസിലേക്ക് ആദ്യം പറഞ്ഞു, എങ്കിലും എൻ്റെ കഷ്ടതയിൽ. അപ്പൊ എന്താണ് പൗലോസിന്റെ കഷ്ടത? ഒന്ന് പെട്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പൗലോസിന്റെ കഷ്ടത വന്നു? എന്ത് നിമിത്തം വന്നു? ഇത് നിങ്ങൾ എപ്പോഴും ബൈബിളിൽ ഓർത്തോണേ. നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും വന്ന് ഉപദേശിക്കുകയാണ് കഷ്ടത നിന്നെ വിട്ട് മാറത്തില്ലെന്ന് പറഞ്ഞാൽ ഈ കഷ്ടത വേറെയാന്ന് പറയണം. പഴയ നിയമത്തിന്റെ കഷ്ടത വേറെ, സുവിശേഷത്തിന്റെ കഷ്ടത വേറെ. അപ്പൊ സുവിശേഷത്തിൽ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുകയാണ്, അപ്പൊ പൗലോസ് ലീഹായ്ക്ക് എന്ത് ചെയ്തു? കുറെ ആൾക്കാർ സ്വോത്രകാഴ്ച കൊടുത്തു. കുറെ ആൾക്കാർ അവർക്ക് സ്വോത്രകാഴ്ച അയച്ചു കൊടുത്തു. പൗലോസ് ലീഹ ഇന്ന് പിടിച്ചു, കുറച്ച് കാശ് കൈ വെച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പം സുവിശേഷ നിമിത്തം അയച്ചു കൊടുക്കുവാണ്. അപ്പൊ പൗലോസ് പറയാണ്, എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ച് ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കെദോനിയയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങൾ മാത്രമല്ല ഒരു സഭയും വരവ് ചിലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചു. അപ്പൊ ചിലർ പറഞ്ഞു അത് പൗലോസ് ലീഗ കൊണ്ടുവന്ന് പുട്ടടിക്കാൻ വേണ്ടിയാണ്, പൗലോസ് ലീഗ പൈസ കൊണ്ടുവന്ന് മറിക്കാൻ വേണ്ടിയാണ്, പൗലോസ് ലീഗ പൈസ കൊണ്ടുവന്ന് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി. അപ്പൊ കുറെ പേര് എന്ത് ചെയ്തില്ല? സഹകരിച്ചില്ല. കുറെ പേര് പൗലോസ് ലീഹായ്ക്കാണ് കൊടുക്കുന്നത് വിചാരിച്ച് അവർ എന്ത് ചെയ്തില്ല? സ്വോത്ര കാഴ്ചകളോ ദശാംശങ്ങളോ ഒന്നും കൊടുത്തില്ല. അപ്പൊ പൗലോസ് പറയാണ്, ഒരു സഭയും വരവ് ചില കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. തെസ്സലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. എന്നിട്ട് പൗലോസ് പറയാണ്, ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല. അപ്പൊ പൗലോസ് പറയാണ്, നിങ്ങളുടെ ചിന്തയിൽ ഞാൻ ഇങ്ങനെ സുവിശേഷം പറഞ്ഞ് നിങ്ങളെ പിരിക്കാൻ വരുന്നയാളല്ല. ഇവിടെ നോക്കിയാണേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാൻ വേണ്ടി പോകണം. വലിയൊരു സാമ്പത്തികമായി തകർച്ചയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്താൽ എന്ന് പറയുവാണ്, നമുക്ക് വലിയൊരു ഫിനാൻഷ്യൽ സ്രോതസ്സുണ്ട്. ഇവർ പൗലോസ് ലീഹായ്ക്ക് എന്ത് ചെയ്തു? തെസ്സലോനിക്കയിൽ വെച്ച് ഫിലിപ്പിയ സഭ എന്ത് ചെയ്തു? അവർക്ക് ബുദ്ധിമുട്ട് അയച്ചു, 1-2 വട്ടം അയച്ചു കൊടുത്തു. എന്നിട്ട് പൗലോസ് പറഞ്ഞു, ഞാൻ ദാനം ആഗ്രഹിക്കുന്നതെന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറിയത് അത്രേ വരുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, പൗലോസ് ലീഹായ്ക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഉദാഹരണം പറഞ്ഞ് നിങ്ങളാന്ന് വിചാരിച്ചു,
നിങ്ങൾക്ക് ശമ്പളം കിട്ടി 10,000 രൂപ, അതിനകത്ത് നിങ്ങൾ 1000 രൂപ ഇന്ന പൗലോസ് ലീഹായ്ക്ക് സ്വോത്രകാഴ്ച ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 10,000 രൂപ, 10,000 രൂപയ്ക്ക് അത് 1000 രൂപ നിങ്ങൾ സ്വോത്രകാഴ്ച കൊടുത്തെന്നിരിക്കട്ടെ. ഞാൻ ചോദിച്ചോട്ടെ, ആ 10,000-ൽ നിന്ന് ഒന്ന് കൂടുവാണോ കുറയുവാണോ ചെയ്തത്? കുറയുമല്ലേ? ലോകത്തിൽ ഏത് തുകയും നിങ്ങൾ ചെലവാക്കിയാൽ അത് കൂടത്തില്ല, അത് കുറയത്തേ ഉള്ളൂ, അല്ലെ? നിങ്ങൾക്ക് 20,000 രൂപ സാലറി ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 2,000 രൂപ നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്താൽ, ഒരാൾക്ക് നിങ്ങൾ കൊടുത്താൽ ആ പൈസയിൽ നിന്നും കുറയത്തുള്ളൂ. പക്ഷെ പൗലോസ് പറയുകയാണ്, ഞാൻ ദാനം ആഗ്രഹിക്കുന്നതെന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം ആഗ്രഹിക്കുന്നതും ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതുണ്ട്. അപ്പം നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്നത് ഫലം എന്ത് ചെയ്യും? അപ്പം ഞാൻ ചോദിച്ചോട്ടെ, 10,000 രൂപയ്ക്കകത്ത് 1,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കുറവല്ലേ വരത്തുള്ളൂ, എങ്ങനെയാ കൂടുന്നത്? അപ്പൊ എവിടുന്നായിരിക്കും ഈ പൗലോസിലേക്ക് കൊടുത്തെന്നുള്ള വാക്ക് നിങ്ങളത് മാറ്റിയിട്ട് പൗലോസ്ലീഹ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? മെക്കദോനിയയിലും കൊരിന്ത്യയിലും ഒക്കെ സുവിശേഷത്തിന് വേണ്ടി ഓടുകയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവർ ചിലപ്പോൾ റൂം എടുത്തുന്നിരിക്കും, ആഹാരം കഴിച്ചെന്നിരിക്കും, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയെന്നിരിക്കും, കൺവെൻഷൻ നടത്തിയെന്നിരിക്കും, പല കാര്യം ചെയ്തെന്നിരിക്കും. അപ്പൊ അതിനെല്ലാം ഈ കൊടുത്ത പൈസ ഇവർ ഉപയോഗിക്കുമ്പോൾ അവിടുത്തെ കുറെ സഭക്കാർ പറഞ്ഞു, ഓ എന്തിനാ പൗലോസ്ലീഹ ഉണ്ടെന്ന പൈസ മൊത്തം പുട്ടടിക്കുക, നമ്മളെന്തിനാ വെറുതെ കാശ് കൊടുത്ത് പൗലോസ്ലീഹായെ പരിപോഷിപ്പിക്കുന്നത്? പക്ഷെ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ എനിക്ക് തന്നത് മുഴുവനും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ സുവിശേഷം പറയുന്ന സമയത്ത് നിങ്ങളുടെ കണക്കിലേക്ക് വിതയാണ് നിങ്ങൾ വിതച്ചിരിക്കുന്നത്, അത് നിങ്ങളുടെ കണക്കിലേക്ക് തിരിച്ചു വരും. എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ പറയുന്നു, വിതയ്ക്കുന്നവൻ കൊയ്യും. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ നോക്കിയോണം, ഞാനിന്ന് വിധയെ പറ്റി പറഞ്ഞല്ല, ഇതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കണം. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയിലിരിക്കുവാൻ നിങ്ങൾ അയച്ചു തന്നതും സൗരഭ്യവാസനായി ദൈവത്തിന്റെ പ്രസാദവും സുഗ്രാഹ്യമായ യാഗമായി എപ്പത്രോസിലെ കയ്യാൽ അത് ഞാൻ പ്രതിക്രിയിച്ച് തൃപ്തനായിരിക്കുന്നു. എന്നിട്ട് പറയണേ, എൻ്റെ ദൈവമോ, നോക്കി ഇവിടെ നിങ്ങൾ നോക്കണം, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി. അപ്പം കർത്താവിൻ്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുത്ത അവരോട് പറയുകയാണ്, കുറേ പേര് ഇത് പൗലോസ് കട്ടുകൊണ്ട് പോവാന്ന് പറഞ്ഞവരോട് പൗലോസ്ലീഹ മൊത്തത്തിൽ പറയുകയാണ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ഓൾ യുവർ നീഡ്സ്, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും മഹത്വത്തോടെ ദൈവത്തിൻ്റെ ധനം. നമ്മൾ കഴിഞ്ഞ ദിവസം സദൃശവാക്യത്തിൽ ഒരു വാക്ക് കേട്ടായിരുന്നു, ധനവും മാനവും പുരാതന സമ്പത്തുമുള്ള ദൈവം. അപ്പൊ ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം. അപ്പൊ ദൈവത്തിനൊരു ഒരു സേവിങ് അക്കൗണ്ട് ഉണ്ട്. ലോകത്തിലെ എല്ലാ കറൻസിയും എന്താ പറയുന്നത്, അച്ചടിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ധനത്തിലാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മിറക്കിൾ മണികൾ നമ്മളിലേക്ക് വരുന്നതിന്റെ കാരണം എല്ലാം ദൈവത്തിൻ്റെ ഉണ്ട്. അപ്പൊ ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം പൗലോസ്ലീഹ പറഞ്ഞ വാക്കുകൊണ്ട്, ഞാൻ ദാനം കിട്ടാൻ അപ്പം ആർക്കേലും വരുവാണ്, പൗലോസ്ലീഹയ്ക്ക് ഞങ്ങൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ജോലി കിട്ടി, ആ പോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, പൗലോസിലേക്ക് ഒരു 100 രൂപ കൊടുത്തു, അതങ്ങ് പോട്ടെ എന്നല്ല. ഞാൻ ദാനം മേടിക്കാൻ നിൽക്കുന്നയാളല്ല. കർത്താവിൻ്റെ നാമത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോണം, ദൈവത്തിന്റെ ധനത്തിൽ നിന്നും നിങ്ങൾക്ക് ഏറിയ പങ്ക് എന്ത് ചെയ്യും, അത് നിങ്ങളിലേക്ക് മടങ്ങി വരും. അപ്പൊ എവിടുന്ന് വരുന്നു, എന്താണ് ഈ സോഴ്സ്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ഭൂമിയിൽ അല്ല ഇതിരിക്കുന്നത്. ദൈവത്തിന്റെ നന്മകൾ ഒന്നും വെളിപ്പെടുന്നത് ഭൂമിയിൽ നിന്നല്ല. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് തലവേദന വരുമ്പോൾ നമ്മൾ ഡോക്ടർ അല്ലെങ്കിലും പാരസെറ്റമോളിനെ പറ്റി നമുക്ക് അറിവുള്ളതുപോലെ തന്നെ ആത്മീയ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു അറിവുണ്ടായിരിക്കണം. രക്ഷിക്കപ്പെട്ട് യേശുവിലേക്ക് വന്ന വ്യക്തി നിങ്ങൾ ലോകത്തിലും ദൈവത്തിലും ജീവിക്കുന്നവരാകരുത്. എങ്ങനെയാ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നോക്കിക്കൊണ്ട് പറയണം, കർത്താവേ എൻ്റെ ശരീരത്തെ പറ്റി ദൈവത്തിൻ്റെ വചനം എന്തൊക്കെ പറയുന്നു, ബൈബിൾ പറയും. നമ്മൾ കഴിഞ്ഞ ദിവസം ഇരമ്യാവിൽ പറഞ്ഞ വാക്യം ആരെങ്കിലും ഓർമ്മയുണ്ടോ? ഇരമ്യാവിൽ കേട്ട വാക്യം ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ എന്ത് നിനക്ക് വരുത്തുമെന്നാ പറഞ്ഞേക്കുന്നത്? ആമേൻ. നിങ്ങൾ മിടുക്കന്മാരാണ്, നിങ്ങളെല്ലാം ഓർത്തിരിപ്പുണ്ടല്ലേ. അപ്പൊ എനിക്ക് രോഗശാന്തിയും ആരോഗ്യവും വരുത്തും, സമാധാനം എനിക്ക് വരുത്തും. അപ്പൊ എൻ്റെ ശരീരത്തെ പറ്റിയുള്ള കർത്താവിൻ്റെ ഹിതം ആരോഗ്യമാണ്. അപ്പൊ നിങ്ങളുടെ മൈൻഡ് എന്ത് ചെയ്യണം, ഉയരത്തിലേക്ക് ചിന്തിക്കണം. എന്താണ് ഉയരമെന്ന് പറഞ്ഞാൽ, നമ്മൾ വിശ്വാസ പ്രഖ്യാപനം പറയുമ്പോൾ തുടക്കത്തിലൊരു വാക്യമാണ്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. അപ്പൊ എനിക്കൊരു സോഴ്സ് ഉണ്ട്.
എനിക്കൊരു സഹായകനുണ്ട്. ആ സഹായകനിൽ നിന്ന് വരുന്ന ഒരു വഴി എനിക്കുണ്ട്. അപ്പൊ ആ സ്ഥലത്തേക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യണം. നിങ്ങൾ അന്വേഷിക്കണം. 121 സങ്കീർത്തനത്തിന്റെ 2 വാക്യം അല്ലേ? ഈ വാക്യം എല്ലാം എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം ഇങ്ങനെ പറക്കും. 121:12 ഞാൻ ആ വാക്യം എടുക്കാം. 100 എന്റെ കണ്ണ് ഞാൻ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എന്റെ സഹായം എവിടെ നിന്ന് വരുന്നു? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന്, അല്ലെങ്കിൽ യഹോവയിൽ നിന്ന് വരുന്നു. നോക്കി, അപ്പൊ എന്റെ സഹായം വരുന്ന ഒരു സ്ഥലമുണ്ട്. നിങ്ങളുടെ മൈൻഡ് അവിടെ സെറ്റ് ചെയ്യണം. നിങ്ങളുടെ സഹായം വരുന്ന ഒരു സ്ഥലമുണ്ട്. നിങ്ങൾക്ക് കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയാണോ, നിങ്ങൾ എപ്പോഴും 24 മണിക്കൂർ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യണം. എന്റെ സഹായം ദൈവമാണ്. ആ ദൈവത്തിന്റെ കരത്തിൽ എനിക്ക് വേണ്ടതൊക്കെയും ഉണ്ട്. ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ ജീവിക്കുന്നത് അത് നിമിത്തമാണ്. അപ്പം ഇത് നിങ്ങളുടെ, അതാണ് പറഞ്ഞത്. ആ വാക്ക് ഞാൻ പറഞ്ഞല്ലോ, മറ്റൊരു പേർഷനെ വായിച്ചപ്പോൾ കണ്ടിന്യൂസ്ലി എന്നൊരു വാക്കുണ്ട്. തുടർച്ചയായി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ചിന്തയിൽ നിങ്ങൾ ഏർപ്പെടണം. ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ, ബ്രദർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, ഞാൻ വലിയ പ്രതികൂലത്തിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ആര് പറഞ്ഞു? അത് വേറൊരു സഹോദരി പ്രാർത്ഥനയുടെ ലിങ്ക് അയച്ചെന്ന് പറഞ്ഞു. ആ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി, കാര്യങ്ങൾ മാറുന്നു. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ വിഷയങ്ങൾ മാറ്റാനുള്ള വഴി ബ്രദറിന് എവിടുന്ന് കിട്ടുന്നു? ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തപ്പിയെടുക്കത്തില്ലേ? നിങ്ങളുടെ വിഷയത്തിന്റെ മറുപടി, ഇപ്പൊ കൊച്ചിന്റെ വിഷയമായിക്കോട്ടെ, കുടുംബ വിഷയമായിക്കോട്ടെ, കുടുംബ സമാധാനമില്ലാത്ത അവസ്ഥയായിക്കോട്ടെ, രോഗാവസ്ഥ ആയിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, നിങ്ങൾക്കത് സ്വന്തമായിട്ട് തപ്പിയെടുക്കാൻ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് എവിടെന്നെങ്കിലും തപ്പിയെടുക്കുമല്ലോ നമ്മൾ, അല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ബ്രദറിനെ വിളിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഈ ബ്രദറിന് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. എവിടുന്നോ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥനയിൽ ഇത് മേടിക്കുന്നുണ്ട്. ആ സ്ഥലമാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം. അപ്പൊ ദൈവം ഒരു സോഴ്സാണ്. തെറ്റിദ്ധരിക്കരുത്. ദൈവം ഒരു സോഴ്സാണ്. ദൈവം ഒരു പവർ സോഴ്സാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ തൊട്ട ആ രക്തസ്രാവമുള്ള സഹോദരിയോട് പറഞ്ഞത്, എങ്കിൽ നിന്നും ശക്തി പുറപ്പെട്ട് അവിടെ സൗഖ്യം നടന്നു. അവിടെ നമുക്ക് മറ്റൊരു ഭാഗത്ത് കാണാൻ പറ്റും, എവരിബഡി ട്രൈ ടു ടച്ച് ഹിം. യേശുവിനെ തൊടുവാൻ എല്ലാവരും എന്ത് ചെയ്തു? തിക്കും തിരക്കും കൊണ്ട് അവിടെ ഉണ്ടായി. അതിന്റെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഹീലിംഗ് പവർ വെന്റ് ഔട്ട് ഫ്രം ഹിം. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ടു. അപ്പൊ യേശുവിനൊരു ശക്തിയുണ്ട്. യേശുവിന് എവിടുന്ന് കിട്ടി ഈ ശക്തി? ബൈബിൾ പറയുന്നു, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നു. അപ്പൊ ഉയരത്തിൽ എന്തോ ഉണ്ട്. ഉയരത്തിൽ ശക്തിയുണ്ട്, ഉയരത്തിൽ ധനമുണ്ട്, ഉയരത്തിൽ ദൈവമുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സെറ്റ് യുവർ മൈൻഡ്, ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. പക്ഷെ നമ്മൾ കേട്ടിരിക്കുന്ന മുഴുവൻ എന്നറിയാവോ? നിത്യതയിൽ പോകണം, അതെപ്പോഴും ചിന്തിക്കണം. നിത്യതയിൽ പോകണം എന്നുള്ളത് സത്യവാ പ്രിയരെ. പക്ഷെ അതിനെപ്പറ്റി മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ചിന്ത മുഴുവനും ഉയരത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കണം. ഇപ്പൊ പെട്ടെന്നൊരു പ്രതിസന്ധി, നിങ്ങൾ എന്തുകൊണ്ടാണ് മിറക്കിൾ മണിയെ പറ്റി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്? നിങ്ങൾക്കറിയാം, പലരും പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞു, ബ്രദറെ എൻ്റെ അക്കൗണ്ടിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് ഒത്തിരി സാമ്പത്തിക വിടുതൽ എനിക്കുണ്ടായി, അല്ലാതെ ഒത്തിരി വഴി എനിക്ക് തുറന്നു. എന്തുകൊണ്ട്? എവിടെ നിങ്ങൾക്ക് മനസ്സിലായി? അത് പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നുണ്ടല്ലേ? അല്ലെ നിങ്ങൾ എന്ത് ചെയ്തേനെ? നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് കടഭാരമാണ്, വിഷയമാണ്. സൗണ്ട് ബ്രേക്ക് ആകുന്നുണ്ട്. പലരും സൗണ്ട് ബ്രേക്ക് ആകുന്ന മെസ്സേജ് അയക്കുന്നു. സൗണ്ട് ക്ലിയർ ആണോ? ഇടയ്ക്ക് സിസ്റ്റർ, എനിക്ക് തോന്നുന്നത് റേഞ്ച് സിസ്റ്റർക്ക് കട്ടാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഒരേപോലെ നെറ്റ്വർക്ക് കട്ടാകുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രോബ്ലമാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ വരുന്നില്ല. ചിലർക്ക് മാത്രം ഉള്ളെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ സൂം ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഉയരത്തിലുള്ളത് നമ്മൾ ചിന്തിക്കുന്നവരാകണം. ഞാൻ പറയും, നിങ്ങൾ ഇപ്പം അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ മറുപടി ഡോക്ടർ എടുക്കലില്ലെങ്കിലും, അയ്യോ ബ്രദറെ ഡോക്ടർ പറഞ്ഞു ഇതിന് മരുന്നൊന്നുമില്ല, പിന്നെ എന്നെ നിത്യത വരെ നമുക്ക് ഇവിടെ ഇരിക്കാം. നമ്മളെല്ലാവരും ഈ ലോകത്തിൽ നമുക്കൊന്നും അല്ലല്ലോ വേണ്ടത്. അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ നിത്യതയെ പോയിട്ട് ഒരു പരാതിയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇരുന്നു കൊണ്ട് സ്വർഗത്തിലുള്ള ധനങ്ങളെയും സൗഖ്യങ്ങളെയും ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവരായിട്ട് നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ പഠിക്കണം.
അതിനാദ്യം വേണ്ടത് എന്നാണെന്നറിയാവോ? എങ്ങനെയാണ് സ്വർഗവുമായിട്ട് നമുക്ക് ആക്സസ് ലഭിക്കുന്നത്? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖന കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഭൂമിയിലുള്ളതല്ല, ചിന്തിക്കുവിൻ. ചിന്തിക്കണം. ഈ ലോകത്തോട് അനുരൂപരാകരുതേ, മനസ്സ് പുതുക്കി റിന്യൂഡ് യുവർ തോട്ട്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ മനസ്സിനെ പുതുക്കണം. എങ്ങനെ മനസ്സ് പുതുക്കേണ്ടത്? കൊലോസ്യ ചിന്തിക്കണം. ഇപ്പൊ എന്നാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ കൊച്ചിൻ്റെ വിഷയം വലിയ പ്രശ്നമാണ്, എൻ്റെ കുടുംബം കുട്ടിച്ചോറായി പോവും, എൻ്റെ കുടുംബം തകരും, 24 മണിക്കൂറും ജോലി സ്ഥലത്ത് പോയാലും ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, എവിടെ പോയാലും ചിന്ത ഇത് മാത്രമാ. എന്താ കാരണമെന്നറിയാവോ? നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ചിന്ത ഈ ലോകത്തോട് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയെന്നറിയാവോ? അനുരൂപരായിരിക്കുകയാണ്. ഡു നോട്ട് കൺഫേം. നമ്മളിപ്പോൾ കൺഫേം ചെയ്തിരിക്കുക. പെട്ടെന്ന് ചാടി എണീറ്റ് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തേ? ഒന്ന് ചിന്തിച്ച് ഒറ്റ സെക്കൻഡ് കൊണ്ട് ചില പ്രവൃത്തികൾ നടക്കാൻ വേണ്ടി പോവാ. ലോക മനുഷ്യൻ പറയും, പിന്നെ 1 സെക്കൻഡ് കൊണ്ട് എന്നാ സംഭവിക്കാൻ? പെട്ടെന്ന് 1-2 വചനങ്ങളൊന്ന് പറ. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ യേശുക്രിസ്തുവിന് എത്ര സമയമെടുത്തു, എത്ര മാസമെടുത്തു, എത്ര വർഷമെടുത്തു? ഒന്ന് പറ. യേശുക്രിസ്തുവിന് എത്ര വർഷമെടുത്തു മരിച്ച ഒരാളെ ഉയർപ്പിക്കാൻ വേണ്ടി? എത്ര സമയമെടുത്തു? ഒരു നിമിഷം. ആ ഒരു നിമിഷം. നിങ്ങൾ നോക്കിയ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം വാക്യത്തിൽ പറയുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. അപ്പൊ അബ്രഹാം എന്താ വിശ്വസിച്ചെന്നറിയാവോ? എൻ്റെ ദൈവത്തിന് മരിച്ചവരെ ഉയർപ്പിക്കുവാനും പറ്റും, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ. അപ്പൊ അബ്രഹാം പിതാവ്, നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം. അബ്രഹാം പിതാവേ, ഇങ്ങനെയൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നത്? അബ്രഹാം പിതാവ് പറയും, എൻ്റെ ഭാര്യയോട്ട് ഞങ്ങൾ കയറാത്ത ഡോക്ടർമാരില്ല. യെരുശലേമിലും യഹൂദിയിലും ശമരിയയിലും അങ്ങോട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഈജിപ്തിലും ഒക്കെ, ഞാനിപ്പോൾ ഉദാഹരണം പറയുന്നത്, അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡോക്ടർമാരെയും പോയി കണ്ടു. ആ ഡോക്ടർമാരെല്ലാം പറഞ്ഞു, ജന്മത്തിൽ സാറാമജി കൊച്ചുണ്ടാകത്തില്ല. ബൈബിൾ പറയുന്നു, ഗർഭപാത്രം നിർജീവമായി പോയി, സ്ത്രീകൾക്കുള്ള പതിവ് നിന്നുപോയി, ഇനി അതിൻ്റെ അകത്തുനിന്ന് ഒരു തലമുറ ഉണ്ടാകത്തില്ലെന്ന് ലോകത്തിലെ ആ യെരുശലേമിലും ഈജിപ്തിലുമുള്ള സകല മെഡിക്കൽ റിപ്പോർട്ടുകളും അബ്രഹാം പിതാവ് പറഞ്ഞു. ഇനി എല്ലാം ക്ലോസ്ഡാ. അപ്പം ഞങ്ങൾക്ക് ഒരു ദിവസം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ദിവസം ഞാനൊരു വാർത്ത കേട്ടു, സാറ ഗർഭിണിയായിരിക്കുന്നു. സകല മെഡിക്കൽ റിപ്പോർട്ടും പറഞ്ഞു സാറയുടെ ഗർഭപാത്രം നിർജീവമായി, ഇനി അതിൻ്റെ അകത്തുനിന്ന് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അബ്രഹാമിന് മനസ്സിലായി, ഞാൻ വിളിക്കുന്ന ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നതും ഇല്ലാത്തതിനെ, നിർജീവമായി പോയ ഗർഭപാത്രത്തിലേക്കും ഇസ്ഹാക്കുമാരെ വിളിച്ചു വരുത്തുവാൻ ശക്തിയുള്ളവനാണ് എൻ്റെ ദൈവമെന്ന് അബ്രഹാം. റോമാലേഖനം 4-ാം അധ്യായം ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചാൽ സ്വർഗവുമായിട്ട് നമുക്ക് കണക്റ്റഡ് ആകാം. രക്ഷിക്കപ്പെട്ട വ്യക്തി കണക്ട് ചെയ്തിരിക്കുക, പക്ഷെ നിങ്ങളിപ്പോൾ ലോകവുമായിട്ട് എന്ത് ചെയ്തിരിക്കുക? അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ലീഗ ആ വാക്ക്, നിങ്ങൾക്ക് റോമർക്ക് എഴുതിയ ലേഖനം നമ്മൾ തുടക്കത്തിൽ ആ വാക്ക് വായിച്ചല്ലോ, അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നിങ്ങൾ കേട്ടുവല്ലോ. ഡു നോട്ട് ബി കൺഫേം ടു ദിസ് വേൾഡ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുക. ഈ ലോകത്തോട് നിങ്ങൾ എന്ത് ചെയ്യരുത്? കണക്ട് ചെയ്ത് കിടക്കരുത്. എപ്പോഴും ഓർത്തോണം, അതിന് നമ്മൾ ചിന്തകളെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ചിന്തകളെ ട്രെയിൻ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ചിന്തകൾ, തോട്ട്സ്. ഈ തോട്ട്സിനൊരു പ്രത്യേകതയുണ്ട്. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുക. തീർന്നിട്ടില്ല ഈ വിഷയം കേട്ടോ, സമയം ഒത്തിരി മുന്നോട്ട് പോയി. ഇത് കേൾക്കാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? അത് പെട്ടെന്ന് ബ്രദറെ ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതി എന്നാണോ? മുന്നോട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ഇതൊരു സീരിയസ് പോലെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഇതിങ്ങനെ എനിക്കൊന്ന് 3-4 ക്ലാസ്സായി ഈ വിഷയം തന്നെ. ഭൂമിയിലുള്ളതല്ല നമ്മൾ എടുത്തേക്കുന്നത്. ഈ ലോകത്തോട് അനുരൂപരാകരുത്. ഇനി നോക്കണം, ഈ ചിന്ത എങ്ങനെ നമുക്ക് ചിന്തകളെ ട്രെയിൻ ചെയ്യിപ്പിക്കാം. ഇതിനാണ് നിങ്ങൾ ബൈബിൾ നമ്മളെ സഹായിക്കുന്നത്, ചിന്തകളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ. നമ്മളെപ്പോഴാണ് ബൈബിൾ വായിക്കുന്നത്? പേടി വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ ഭയങ്കര ബൈബിൾ വായന. ചിലർ ആ സമയത്ത് ഒട്ടും വായിക്കത്തില്ല, ബൈബിൾ എടുത്ത് മാറ്റി വെക്കും, പിന്നെ മാറി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. മിക്കപ്പോഴും അങ്ങനെ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിൾ നിങ്ങൾ വായിക്കുമ്പം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം, ബൈബിൾ ചുമ്മാ വായിക്കരുത്. ഉൽപ്പത്തി പുസ്തകം വായിക്കുന്ന സമയത്ത് ദൈവം വെളിച്ചത്തെ ഉണ്ടാക്കി, ദൈവം സസ്യങ്ങളെ ഉണ്ടാക്കി. നോക്കിക്കേ, നിങ്ങൾക്ക് ഒരു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പം വെളിച്ചമുണ്ടായി. മൃഗങ്ങളെ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ സകല വിധമാകുന്ന പക്ഷി മൃഗാദി എല്ലാം എന്ത് ചെയ്തു? ഉണ്ടായി വന്നു. സകലതും ഉണ്ടായി വന്നു. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീട്ടിലൊരു പൂച്ചക്കുട്ടിയെ ഉണ്ടായി വരണമെങ്കിൽ, ഉൽപ്പത്തി പുസ്തകം 1:3 അല്ലേ, നിങ്ങൾക്ക് വീട്ടിൽ പൂച്ചക്കുട്ടി ഉണ്ടായി വരണേ തന്നെ അത് ഗർഭം ധരിച്ച് നമ്മുടെ മുമ്പിലിരിക്കുന്ന മൃഗങ്ങൾ അല്ലേ, ഒരു നായ്ക്കുട്ടിയോ പൂച്ചക്കുട്ടി എന്തോ ആയിക്കോട്ടെ, ഇതുണ്ടാകണമെങ്കിൽ എത്ര പ്രോസസ്സ് ഉണ്ടാകണം?
ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതല്ല. പക്ഷെ ദൈവം ഒരു വാക്കു പറഞ്ഞപ്പം അതെല്ലാം ഉണ്ടായി വന്നു. എന്നിട്ട് ദൈവം നിലത്തിറങ്ങിയിട്ട് പൊടി കൊണ്ടൊരു മനുഷ്യരൂപം ഉണ്ടാക്കി, ഒരു രൂപത്തെ ഉണ്ടാക്കി. വിഗ്രഹം എന്ന് പറയുന്നത് രൂപം ഉണ്ടാക്കി. ആ രൂപത്തിന് മേൽ ഊതിയപ്പം ജീവനുണ്ടായി. ചിന്തയൊന്ന് നിങ്ങളൊന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ച്. ഇതെന്തുവായി സംഭവിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതിമകളൊക്കെ ഇല്ലേ? എന്തെങ്കിലുമൊക്കെ പ്രതിമയില്ലാത്ത വീട് ആരുടെങ്കിലും വീട്ടിൽ കാണും. ഏതെങ്കിലുമൊക്കെ ഡോളുകളില്ലേ? അതിന്റെ മൂക്കിൽ പോയെന്ന് ഊതിക്ക് ജീവൻ വെക്കുവോ? ഇല്ല. പക്ഷെ ദൈവം ഊതിയപ്പോൾ ജീവൻ വെച്ചു. അപ്പൊ എന്തോ ഒരു വ്യത്യാസം. നമ്മുടെ ലോകത്തിൽ നടക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ദൈവത്തിൽ നടക്കുന്നുണ്ട്. ലോകത്തിൽ സംഭവിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ദൈവത്തിന് കഴിയുന്നുണ്ട്. ലോകത്തിലെ ഒരു പ്രസിഡന്റ് പോയി ഏതെങ്കിലും ഒരു പ്രതിമയുടെ, നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഇഷ്ടംപോലെ പ്രതിമകളുണ്ടല്ലേ, ആ പ്രതിമയുടെ മൂക്കി പോയി ഊതി നോക്കിയോ നിങ്ങൾ രാവിലെ എണീറ്റ്? ഊതിക്ക് എത്ര നിങ്ങൾ ഊതിയാലും അതിനൊരിക്കലും ജീവൻ വെക്കത്തില്ല. പിന്നെ എങ്ങനെ? ദൈവം എന്ത് ചെയ്തു? ദൈവം ജീവശ്വാസം ഊതിയപ്പോൾ അതിന് മനുഷ്യൻ രൂപമുണ്ടായി. കിഡ്നിയും ഹാർട്ടും എല്ലാം വന്നു. ഇതെന്ത് പരിപാടിയാ? ഒരു രൂപത്തിന്റെ അകത്ത് കിഡ്നി വന്നു, ഹാർട്ട് വന്നു, നമുക്ക് ബ്രെയിൻ വന്നു, ബ്ലഡ് സർക്കുലേഷൻ വന്നു, ഇതെല്ലാം വന്നു. നോക്കിക്കേ, ഇതാണ് വിശ്വാസ ജീവിതം. അപ്പൊ ഇങ്ങനെ കഴിയുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന്, ഈ സോഴ്സ് മുഴുവൻ സ്വർഗത്തിലാണെന്നും ഈ ദൈവം ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ബൈബിൾ വചനങ്ങളെ അടിസ്ഥാനമാക്കി കുത്തിയിരുന്ന് ചിന്തിക്കണം. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പൗലോസ് ശ്ലീഹായ്ക്ക് വേണ്ടി ആ വാക്യത്തിലേക്ക് വന്ന് തീർക്കാൻ നമുക്ക് ഇന്നത്തെ ക്ലാസ് തീർക്കാം. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുവാണ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹടത്തോടെ തൻ്റെ ധനത്തിനൊത്തോണം. അപ്പൊ എൻ്റെ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ, ഓൾ യുവർ നീഡ്സ്, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനം, നോക്കി ഈ വാക്ക് നോക്കി, തൻ്റെ ധനത്തിനൊത്തവണ്ണം, തൻ്റെ ധനം, ഈ വാക്ക് നോക്കിയ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർന്നു. അപ്പൊ ദൈവത്തിനൊരു ബാങ്ക് ഉണ്ട്. ഇങ്ങനെ ചിന്തിക്കാം, ദൈവത്തിനൊരു സോഴ്സ് ഉണ്ട്. ബൈബിൾ പറഞ്ഞ എൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം ഞാൻ തുറക്കും. അപ്പൊ ദൈവത്തിൻ്റെ ഒരു സോഴ്സ് ഉണ്ട്. അപ്പൊ ഈ സോഴ്സ് തുറക്കാൻ എന്നാ വഴി? ഇങ്ങനെ പറഞ്ഞാൽ മതി, എൻ്റെ ദൈവമോ ഓൾ യുവർ നീഡ്സ്, എനിക്ക് എന്താണോ ആവശ്യം അത് ദൈവനാമ മഹത്വത്തിലൂടെ പൂർണ്ണമായും തീർത്തു തരും. അപ്പൊ എനിക്ക് സ്വർഗത്തിൽ നിന്ന നന്മ വരുന്നത്. അപ്പം അമ്മാച്ചൻ പറഞ്ഞു ഞാൻ നിന്നെ സഹായിക്കും കേട്ടോ. അമ്മാച്ചൻ പറഞ്ഞു 5 ലക്ഷം രൂപ ഞാൻ തരാം. അപ്പോഴാണ് അടുത്ത ആൾ പറഞ്ഞ ബാങ്കുകാർ പറഞ്ഞു ഞാൻ ലോൺ തരാം. അപ്പൊ ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഇതെല്ലാം അങ്ങ് മലക്കം മറിഞ്ഞു. ഇവരെല്ലാം പറഞ്ഞു ഒരു രക്ഷയില്ല, വലിയ സാമ്പത്തിക ഞെരുക്കമാണ്, കോവിഡ് വന്നതോടെ എല്ലാം തകർന്നു പോയി. അപ്പൊ പെട്ടെന്ന് ടെൻഷൻ, ബ്രദറെ പ്രാർത്ഥിക്കണം, ബ്രദറെ ഞാൻ പറഞ്ഞു വെച്ചുകൊടുത്ത എല്ലാ ഡോറും അടഞ്ഞ്, ബ്രദറെ പ്രാർത്ഥിക്കണം. എനിക്ക് അതായിരുന്നു ഒരു പ്രതീക്ഷ, അതായിരുന്നു എൻ്റെ പ്രതീക്ഷ. കണ്ടോ? അപ്പൊ ഏതായിരുന്നു പ്രതീക്ഷ? അമ്മാച്ചന്റെ വാക്ക്, ബാങ്കിലെ ലോണ്, സഹായിക്കാന്ന് പറഞ്ഞ സുഹൃത്ത്, ഇവരെല്ലാം പെട്ടെന്ന് കൈമലത്തി കാണിച്ചപ്പം എൻ്റെ സകല ഡോറും പോയി. പെട്ടെന്ന് ടെൻഷൻ കയറിയോ? എന്താ ടെൻഷൻ കയറാൻ കാരണം? നിങ്ങൾ ദൈവത്തിന്റെ ധനമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ ഓരോ വ്യക്തിയിലോ അവിടെയുള്ള സ്ഥാപനത്തിലോ ഫോക്കസ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, സെറ്റ് യുവർ മൈൻഡ്. ഉയരത്തിലുള്ളത് ചിന്തിക്കണം, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്? മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തെ, അടിമകളായ ജനത്തോട് തമ്പുരാൻ പറഞ്ഞു, ഞാൻ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും, നീ വായ്പ മേടിക്കത്തില്ല. അപ്പൊ ഇസ്രായേലിന്റെ നോട്ടം മൊത്തം എവിടെയാണെന്നറിയാവോ? എവിടുന്ന് വായ്പ കിട്ടും. നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. 10 രൂപ എവിടുന്ന് കിട്ടും, വായ്പ മേടിക്കാൻ പറ്റുന്ന എവിടെയാ? ഇതല്ല അവർ തപ്പിപ്പോയത്. ദൈവത്തിൽ നിന്ന് എങ്ങനെ ഇത് കിട്ടും? അപ്പോഴാണ് ദൈവം അവർക്ക് വചനം ഇട്ടുകൊടുത്തു. ഇത് പറഞ്ഞുകൊണ്ടിരുന്നു, വചനം പറഞ്ഞുകൊണ്ടിരുന്ന കിട്ടും. വചനം ദൈവവുമായിട്ട്, സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏക ഘടകമാണ് വചനം. ഇത് വെറുതെ പറഞ്ഞുകൊണ്ടിരുന്ന ബ്രദറെ എനിക്ക് എന്നെ കിട്ടാനാ? അത് തന്നെയാണ് പിശാചിന്റെ തന്ത്രവും. ഈ ചോദ്യം നമ്മളിലേക്ക് കൊണ്ടുവരും. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ആ വചനപ്രകാരം വെറുതെ കുത്തിയിരുന്ന് ചിന്തിച്ച്, നിങ്ങളിപ്പോ ചിന്തിക്കുന്നത് എന്തുവാ? നിങ്ങളുടെ ആ വിഷയം രൂക്ഷമാകും, കുടുംബം തകരും, ഇങ്ങനെ ചിന്തിക്കലോ, അയ്യോ ബ്രദറെ ഞാൻ പെട്ടെന്ന് രാത്രി പിശാച് ഒരു സ്വപ്നം കൂടെ കാണിച്ചു, ആ വിഷയം രൂക്ഷമായിട്ട് കുടുംബം തകർന്ന് തരിപ്പടമായിട്ട് തകർന്ന് മരണപ്പെട്ടു പോകുന്ന കാഴ്ചകൾ അങ്ങോട്ട് കണ്ടു. അപ്പൊ അതേ വീണ്ടും ടെൻഷൻ. ഒന്ന് അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് ചിന്തിച്ച്, അത്ഭുത സാക്ക്, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട്, ഒറ്റ നിമിഷം കൊണ്ട് ലാസറേ നീ പുറത്തു വാന്ന് പറഞ്ഞപ്പോ
മരിച്ചുപോയി 4 ദിവസമായി ഡെഡ് ബോഡിയിൽ നിന്ന് മണം വരാൻ തുടങ്ങിയതേ ആ അടച്ചു വെച്ച കല്ലറയ്ക്ക് മുമ്പിലേക്ക് ജീവനുള്ളവനായി മടങ്ങി വരുവാൻ യേശു കർത്താവിന് നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞുവെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക, എൻ്റെ ദൈവം സ്വർഗത്തിൽ നിന്ന് മഴ പെയ്യിക്കുന്നത് പോലെയൊക്കെ നന്മ പെയ്യിക്കും. ഇങ്ങനെ നിങ്ങളുടെ ചിന്തകളെ നമുക്ക് നാളെ ദിവസങ്ങളിൽ ചിന്തിക്കുക, ട്രെയിൻ ചെയ്യിപ്പിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ ദിവസങ്ങളിൽ വലിയ ഡോറുകൾ നമ്മുടെ മുമ്പിൽ തുറക്കാൻ വേണ്ടി പോവാണേ. ഇവരുടെ ഒന്നും പുറകെ പോയി ചിന്തിക്കരുതേ. അവിടെ ഇവിടെ എല്ലാം ഓടി നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടല്ല കിട്ടുന്ന അനുഗ്രഹം. നിങ്ങളുടെ ചിന്തയ്ക്കകത്തൊരു വ്യത്യാസം വരുത്തിയാൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്നും നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഡോറുകൾ തുറക്കുന്ന കർത്താവിൻ്റെ പ്രവർത്തികളെ കാണാൻ പറ്റുന്ന ദിവസങ്ങളാണ് നമ്മളിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. ഇത് മറന്നുപോലെ നാളെ ഞാൻ ചോദിക്കുമ്പോഴേക്കും ലോകത്തില്ലാത്ത എല്ലാ വചനം പറഞ്ഞുകൊണ്ട് വരരുതേ. ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തോട് അനുരൂപരാകരുത്. ഈ ലോകത്തോട് അനുരൂപരാകരുത്. ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഈ ഭൂമിയിലെ കണക്ഷൻ വിടണം. ഭൂമിയിലെ കണക്ഷൻ വിട്ടിട്ട് ഉയരത്തിലെ കണക്ഷനിലേക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ കണക്റ്റഡ് ആകണം. അല്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസ ജീവിതം ഭയങ്കര ബോറിംഗ് ആയിരിക്കും. നിങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പേരിന് ക്രിസ്ത്യാനിയൊക്കെ ആയിരിക്കും, പക്ഷെ ഒരു പ്രയോജനമില്ല. പിശാചിന് മാത്രം ഗുണമുണ്ട്. ദൈവരാജ്യത്തിനോ അല്ലെങ്കിൽ ലോകത്തിനോ നിങ്ങളെ കൊണ്ട് പ്രയോജനമില്ല. പക്ഷെ യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ സാക്ഷികളാകണമെങ്കിൽ നിങ്ങളുടെ തോട്ടിൻ്റെ അകത്തൊരു വ്യത്യാസം വരുത്തണം. അത് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ റെഡി ആയിട്ട് വരിക. നാളെ മുതൽ ബുക്കും പേനയൊക്കെ എടുത്തുകൊണ്ട് വരിക. ഈ 4 ദിവസത്തെ മെസ്സേജുകൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതുകൂടെ കേട്ടെങ്കിലേ ക്ലിയർ ആകത്തുള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. നന്മ തുറക്കുന്നതിന് നന്ദി പറയുന്നു. അത് ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്ന ഒരു ഉയരത്തിലൊന്ന് ചിന്തിച്ച്, ഉയരത്തിലൊന്ന് കണക്ട് ചെയ്ത്, എൻ്റെ ഈ രോഗം കേട്ടെ, എൻ്റെ രോഗം ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. ബൈബിൾ എന്തു പറയുന്നു? നിങ്ങൾ ആരാണ്? രക്ഷിക്കപ്പെട്ടവരാ, വിശ്വാസികളാ. അപ്പോൾ നിങ്ങൾ എവിടെയുള്ളതാണ് ചിന്തിക്കേണ്ടത്? പ്രധാന ഡോക്ടർ പറഞ്ഞു ഇനി എനിക്ക് അതിനകത്തൊന്നും ചെയ്യാൻ. ഇപ്പം ഡോക്ടർ ഇല്ലായിരുന്നു എന്ത് ചെയ്തേനെ? ഡോക്ടറെ കണ്ടുമുട്ടി. ഡോക്ടറൊക്കെ നല്ലതാവട്ടെ, ഒന്നും ഞാൻ കുറ്റം പറയുമല്ല, ശ്രമിക്കണം. ആരെയും ഞാൻ വിമർശിക്കുമല്ല. നമ്മൾ ഈ ദിവസം കൊണ്ട് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കണം. നമുക്കിങ്ങനൊരു ചാൻസ് ഇല്ല, ഡോക്ടറെ കാണാൻ പറ്റാത്തൊരവസ്ഥ. കോവിഡ് വന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഡോക്ടർമാരെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥ വന്നല്ലേ. എന്ത് ചെയ്തു? അതുവരെ നമ്മളെല്ലാം മെഡിക്കൽ സ്റ്റോറിലും പോയി വാരി വലിച്ച് മരുന്ന് കഴിയുന്ന ആൾക്കാരെല്ലാം എന്ത് ചെയ്തു? പയ്യെ നിർത്തി. പല അസുഖങ്ങളും ഭേദമായെന്ന് ഞാൻ കേൾക്കാൻ ഇടയായി തീർന്നു. പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല, പല മരുന്നും കഴിക്കാതെ തന്നെത്താൻ എന്ത് ചെയ്തു? മാറി. അപ്പം ഇത് കിട്ടിയില്ലായിരുന്നെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്തേനെ? ഇങ്ങനെ നമ്മൾ ചിന്തിച്ചേ, ഇതൊന്നും ഇല്ലായിരുന്നു എന്ത് ചെയ്തേനെ? അപ്പം അങ്ങനെ നിങ്ങളുടെ ചിന്തകളെ ട്രെയിൻ ചെയ്യുക. എന്നിട്ട് പറ, യേശു കർത്താവ് എൻ്റെ രോഗം ഇന്ന് ഈ നിമിഷം വേദനകൾ നിങ്ങളെ വിട്ടിപ്പം മാറുക. എൻ്റെ കൂടെ പറ, സൗഖ്യമുണ്ടാവുക. കണ്ണടച്ചിട്ട് ആ രോഗം മൂർച്ഛിച്ച് ചത്തുപോകുന്നതല്ല കാണേണ്ടത്, ദിവ്യാരോഗ്യത്തോടെ. ഞാൻ പെട്ടെന്നൊരു ചിന്ത കൊണ്ടുതരാം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ 9-ാം മണി നേരത്ത് അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് ഭിക്ഷ യാചിക്കുക. അപ്പോസ്തലനായ പത്രോസ്ലീഹ പറഞ്ഞു, കാലൂന്നി യേശുവിൻ്റെ നാമത്തിൽ, പൊന്നോ വെള്ളിയോ ഇല്ല, കാലൂന്നി എണീക്കാൻ പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ എണീറ്റില്ല. പക്ഷെ പത്രോസ്ലീഹ പിടിച്ചവിടെ എണീപ്പിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, പത്രോസ്ലീഹായി ഡോക്ടറാണോ? അല്ല. നേഴ്സാണോ? അല്ല. മെഡിക്കൽ ഫീൽഡാണോ? അല്ല. പിന്നെ എന്നാ ഫീൽഡാ? മീൻപിടുത്തക്കാരന്. ജന്മനാ മുടന്തനായവനെ എങ്ങനെയാണ് പിടിച്ചെണീപ്പിച്ചാൽ നേരെ നിൽക്കുന്നത്? പത്രോസ്ലീഹ പറയും, എൻ്റെ ചിന്ത ഉയരത്തിലുള്ളതാ. ഉയരത്തിൽ നിന്ന് ഇവന്റെ സൗഖ്യത്തിന് വേണ്ടിയുള്ള വില യേശു കൊടുത്തിരിക്കുന്നു. ഇനി ഇവന് രോഗിയായിരിക്കുവാൻ കഴിയത്തില്ല. അടുത്ത വാക്യത്തിൽ പറയുന്നത്, അവൻ സൗഖ്യമായതിനു ശേഷം അവിടെ നിന്ന് ഭിക്ഷ യാചിച്ചില്ല, അവൻ തുള്ളിയും ചാടിയും ദൈവത്തെ ആരാധിച്ചു. അപ്പൊ ഇന്ന് മുതൽ കണ്ടേ ബ്രദർ, എൻ്റെ കൈക്ക് ഭയങ്കര വേദന, കൈ പൊക്കാൻ മേല. ഒന്ന് വിശ്വാസം, കൈ അടിച്ച് യേശുവിനെ ആരാധനയൊക്കെ ഇനി നേരിട്ട് വരുന്ന സമയത്ത് അവിടെ സഹോദരന്മാർ വർഷിപ്പ് ചെയ്യുമ്പോഴേക്കും കൈയും കെട്ടി മസിൽ പിടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ പിശാചിന്റെ കൂട്ടുകാരാ. ദൈവം നമുക്ക് കൈ തന്നിരിക്കുന്നത് തപ്പുകൊണ്ടും കിന്നരം കൊണ്ടും ദൈവത്തെ പാടി സ്തുതിക്കാനാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പറഞ്ഞ്, എൻ്റെ കൈ, എൻ്റെ ശരീരം കർത്താവിനെ ആരാധിക്കാനുള്ള ശരീരമാണ്. ലോകം മുഴുവൻ പോയി യേശുവിൻ്റെ സുവിശേഷം പറയാൻ വേണ്ടിയുള്ള ശരീരമാണ് എൻ്റെ ശരീരം. ഒന്ന് പറഞ്ഞ്, ഈ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെ ചിന്തിച്ച, കർത്താവേ എനിക്ക് സൗഖ്യം കർത്താവ് തരും, ഞാൻ എല്ലായിടത്തും പോയി സാക്ഷ്യം പറയും. ചില ആൾക്കാർ ഇങ്ങനെ, ഞാനിപ്പോൾ വിതയ്ക്കുന്നതോടെ പറഞ്ഞ് ക്ലോസ് ചെയ്യാം. ഒത്തിരി ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് ഈ കൂട്ടത്തിൽ അങ്ങ് മറുപടി പോകേണ്ട പറഞ്ഞങ്ങ് പോവാ.
ചില ആൾക്കാർ ഇങ്ങനെ പറയും, ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ, എനിക്ക് കുറേ ബ്രദറെ എനിക്ക് കുറച്ചും കൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് കുറച്ചും കൂടെ സാലറിയിലൊക്കെ ഒരു വർധനവ് ലഭിച്ചു കഴിഞ്ഞാൽ എനിക്ക് കർത്താവിൻ്റെ നാമത്തിൽ ഒത്തിരി കാര്യങ്ങൾ വിതയ്ക്കുവാനൊക്കെ പറ്റും. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു, അങ്ങനെയൊന്നും നിങ്ങൾ ഉടമ്പടി വെക്കരുതേ, അങ്ങനെ വെക്കരുത്. ഒരു കാര്യം, നമ്മൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിതയ്ക്കുന്നുണ്ടെങ്കിൽ അത് ബ്രദർ മുഴുവൻ കൊണ്ടുപോയെന്ന ചിന്തയാണെങ്കിൽ നിങ്ങൾ വിതയ്ക്കരുതേ. ഇനി എൻ്റെ മാത്രമല്ല, എവിടെ കർത്താവിൻ്റെ വില കൊടുത്താലും അത് മൊത്തം കാശും അവിടെ പോവുക. ആരും വിതയ്ക്കരുത്, ഉള്ളതും കൂടെ പോകത്തുള്ളൂ. ഞാൻ കൊടുക്കുന്നത് കർത്താവിൻ്റെ നാമത്തിൽ എന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് ഞാൻ വിതയ്ക്കുക. സുവിശേഷ വിലയെ കൊടുക്കുമ്പോൾ അങ്ങനെ ചിന്തിച്ചോണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വർദ്ധിക്കും. ബൈബിൾ പൗലോസ് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ ഏറിയ പങ്ക് നിങ്ങളിലേക്ക് വരും. ഞാൻ ദാനം മേടിക്കാൻ നിൽക്കുന്ന ആളല്ല, എന്നെ ഇന്ന് സഹായിക്കാൻ കൃപ ലഭിച്ചു നിങ്ങൾക്ക്. പൗലോസ് ലീഹായിനെ സുവിശേഷത്തിന് വേണ്ടി അവർ മെക്കദോനിയയിൽ ചെന്ന സമയത്ത് കർത്താവിന്റെ നാമത്തിൽ പൗലോസിലേക്ക് അവർ അയച്ചു കൊടുത്തു. ഇത് പിടിച്ചോ പൗലോസ് ലീഹ, 10 കൺവെൻഷൻ നടത്താലോ എന്ന് പറഞ്ഞ് വിതച്ചപ്പോൾ പൗലോസ് പറയും, ഞാനിവിടെ പിരിവെടുക്കാൻ നിൽക്കുവല്ല, ഇന്ന് നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ വിതച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ഉണ്ടാകും. ഇതൊക്കെ എവിടുന്ന് വരുന്നു? അപ്പൊ നമ്മുടെ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, വായ്പ മേടിക്കത്തില്ല. നമ്മൾ വരും ദിവസങ്ങളിൽ ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട്. ആ ഫിനാൻഷ്യൽ മേഖലകളെ, ആരോഗ്യത്തിൻ്റെ മേഖലകളെ, കുടുംബത്തിൻ്റെ അകത്തുള്ള തലമുറകളെ എല്ലാത്തിനെയും ആക്ടിവേറ്റ് ചെയ്യുന്ന ചില തോട്ട്സുകളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ രോഗത്താൽ ഭാരപ്പെടുന്നൊരു കൈവച്ച് ഇപ്പോൾ സൗഖ്യമാ, ഇപ്പോൾ അത്ഭുത സൗഖ്യമാ, നാളെ അല്ല കേട്ടോ. കൈവച്ചിട്ട് പറ, എൻ്റെ യേശു ക്രിസ്തു എൻ്റെ രോഗം വഹിച്ചതാ, എനിക്ക് പൂർണ്ണ സൗഖ്യമുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവ്. കേടായ ആന്തരിക അവയവം ഏതെങ്കിലും ഉണ്ടെങ്കിൽ, അത് പാൻക്രിയാസ് ആയിക്കോട്ടെ, കിഡ്നി ആയിക്കോട്ടെ, ഹാർട്ട് ആയിക്കോട്ടെ, പിശാശാണ്, ബന്ധനമാണ്, പോരാട്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് പറ, എനിക്ക് പുതിയ അവയവത്തെ ഞാൻ വിളിച്ചു വരുത്തുക. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന എൻ്റെ ദൈവം യേശുവിൻ്റെ നാമത്തിൽ പുതിയ അവയവം എനിക്ക് ഉണ്ടായി വരിക, പുതിയ അവയവം ഉണ്ടായി വരിക. ഇപ്പോൾ യേശുവിന് വേദനയുള്ള വേദനകൾ മാറിയിട്ട് പുതിയത് യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടായി വരിക. ജീവിതകാലം മുഴുവൻ ഹോസ്പിറ്റലിൽ കയറി നടക്കാൻ എനിക്ക് പറ്റത്തില്ലപ്പാ, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കാൻ എനിക്ക് പറ്റത്തില്ലപ്പാ, എനിക്ക് സാക്ഷിയാവണം. എൻ്റെ തീരുമാനം എടുത്ത് എനിക്ക് ഞാൻ എല്ലായിടത്തും പോയി യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടി തീരുമാനിച്ചേ. എല്ലായിടത്തും പോയി ഞാൻ പറയും, എന്നെ സൗഖ്യമാക്കി യേശു നിന്നെ സൗഖ്യമാക്കും, എന്നെ വിടുവിച്ച ദൈവം നിന്നെയും വിടുവിക്കും, എനിക്ക് സമാധാനം തന്ന കർത്താവ് നിനക്ക് സമാധാനം തരും, എന്നെ രക്ഷിച്ച യേശു നിന്നെ രക്ഷിക്കും. ഞാൻ എല്ലായിടത്തും പോയി പറയുമെന്ന് തീരുമാനിച്ച് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി പോവാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ ഞാൻ ഇന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. നന്ദി പിതാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഉള്ളത്തെ കർത്താവ് എന്നെ ഒരു വിൻസി എന്ന് പറഞ്ഞ വി ആണ്, ബി അല്ല, വിൻസി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ വിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വിൻസിയുടെ കൂടെ ഒരു പെൺ തലമുറ നിൽക്കുന്ന കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. വിൻസി എന്നാണ് പേര്. വിൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് കർത്താവ് ഒരു ദൈവപ്രവർത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. വിൻസിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ അത് സ്വീകരിച്ചു. വലിയൊരു പ്രവൃത്തിയായിട്ട് കർത്താവ് മാറ്റാൻ വേണ്ടി പോകുന്നു. യേശുവെ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ എന്ന കുടുംബങ്ങളുടെ മേൽ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ആ കുടുംബത്തിന്റെ മേൽ. പറഞ്ഞു സിസ്റ്ററെ. വിൻസി എന്റെ അനിയത്തിയാണ്. അവർക്ക് 2 ട്വിൻസ് പെൺപിള്ളേരാണുള്ളത്. എന്നാ ഞാൻ കാണുന്ന ഒരു പെൺകുട്ടീനെ ചേർന്ന് എപ്പോഴും നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കർത്താവ് എന്നെ കാണിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ. ആ ഇളയ കുട്ടി എന്ന് പറയുന്നത് അവളുമായിട്ട് ഇത്തിരി അറ്റാച്ച്ഡ്. അവളുടെ അടുക്കലാണ് ഫുൾ ടൈം ഇരിക്കുന്നത്. പക്ഷെ അവര് ട്വിൻസ് ആണ്. ആ കുടുംബത്തിനും ഈ സഹോദരിക്ക് വേണ്ടി, വിൻസിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് ഈ ദിവസങ്ങളിലൂടെ പറയണം, നിരാശകളെ ദൈവം മാറ്റാൻ വേണ്ടി പോവാന്ന് പറയണം. കർത്താവ് വലിയൊരു സാക്ഷ്യത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവെ നന്ദി കർത്താവ്. എല്ലാവരും പ്രാർത്ഥിച്ചു. ഇന്ന് ആ സ്വർഗവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് യേശു, നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് കേരളത്തിലെ മീറ്റിങ്ങിന് വേണ്ടി? യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഡേറ്റ് ഒക്കെ നമുക്ക് കൺഫേം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. അത് യേശുവിൻ്റെ നാമത്തിൽ വലിയ കർത്താവിൻ്റെ പ്രവർത്തികൾക്ക് വേണ്ടി ദൈവം ഒരുക്കുവാൻ വേണ്ടി. നന്ദി പിതാവേ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു. ഈ സമയത്ത് തന്നെ ഈ കൈത്തണ്ടയ്ക്ക് വേദന, അത് കൈത്തണ്ട എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ബാക്കിലെ കൈയുടെ മുട്ടുവശം, ആ ഒരു കൈത്തണ്ടയ്ക്ക്
ഇടയ്ക്ക് പലപ്പോഴും വേദനയും മരവിപ്പും വരുന്ന ചിലരുടെ മേൽ, ഒന്നിലധികം വ്യക്തികളുടെ മേൽ അത്ഭുത രോഗസൗഖ്യം. രോഗം ഉണ്ടെന്ന് പറയാൻ വേണ്ടി ആരും മാറ്റണ്ട. കൈയെടുത്ത് വെച്ച് ആ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് ഇപ്പോൾ ആ വേദന വിട്ട് മാറുക. തിരിക്കുകയോ മറിക്കുകയോ ഒക്കെ ചെയ്ത് നോക്കിക്കോ. ആ വേദന പൂർണ്ണ സൗഖ്യം ഇപ്പോൾ സംഭവിക്കുകയാണ്. ഈ ലൈവിലോ സൂമിലോ എന്നെ കാണുന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിച്ച് അത്ഭുത സൗഖ്യം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. ഓ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന അത്ഭുതകരമായ വ്യത്യാസം ഇപ്പോൾ സംഭവിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ കൈതയിൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ ഒരു ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനമായിട്ട് കർത്താവ് എന്നെ കാണിക്കുക. ആ ഭവനത്തിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ആ വ്യക്തിയെയും കുടുംബപ്പേരിനെയും കർത്താവ് എന്നെ കാണിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം സകലവിധമാകുന്ന പാരമ്പര്യത്തിൻ്റെ ശക്തികളും കുടുംബം വിട്ട് മാറിപ്പോകാൻ കൽപ്പിക്കുന്നപ്പ ദിവ്യ സമാധാനം ആ കുടുംബത്തിൻ്റെ മേലുണ്ടാകട്ടെ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പ സൂമിലോ ലൈവിലോ ആ കൈതയിൽ എന്ന് പറഞ്ഞ കുടുംബത്തിൽ ഈ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ അത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചാട്ടെ. വലിയ കർത്താവിൻ്റെ പ്രവൃത്തിയെ സ്വർഗ്ഗം അവിടെ തുറക്കാൻ വേണ്ടി പോകുന്നു. നാളുകളായി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ ഈ സമയം എപ്പോഴാണോ നിങ്ങൾ ആമേൻ പറഞ്ഞത് സ്വീകരിക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ ഇന്നു മുതൽ ആ വിഷയത്തിൻ്റെ മേൽ വലിയ ദൈവപ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഞങ്ങൾ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ, അത്ഭുതകരമായ വ്യത്യാസം കൽപ്പിക്കുന്നപ്പ, അത്ഭുതകരമായ വ്യത്യാസത്തെ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ, ദൈവത്തിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കുന്നല്ലോ. നിരാശകളെ ഞങ്ങൾ പുറത്താക്കുന്നു, നിന്ദകളെ പുറത്താക്കുന്നപ്പ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഇത് റിലീസ് ചെയ്യുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ പവിത്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വ്യക്തിയുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാക്ക് കർത്താവിൻ്റെ പറയുകയാണ്. ഒരു 4.5 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു കുരുക്കിനെ കർത്താവ് അത് അഴിക്കുന്ന ഒരു സുഹൃത്ത്. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഞാനിത് തുറന്നു വെച്ചിരിക്കുന്നത് ആലോചന ഇടപെടുന്നവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇന്ന് ആ കുടുംബവുമായിട്ട് പവിത്രൻ എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുഹൃത്തു മുഖാന്തരം ഉണ്ടായ ലോക്കുകളെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അത് മാറുകയാണ്. അത്ഭുതകരമായ വ്യത്യാസം ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ അതിനെ സ്വീകരിച്ചു. കർത്താവ് ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രവൃത്തികളെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവം തൊടുന്ന കൃപയ്ക്ക് നന്ദിയപ്പ. ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണല്ലോ അപ്പ. ദൈവം നിരാശകളെ മാറ്റുന്ന കർത്താവാണല്ലോ അപ്പ. ഞങ്ങളെ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ അങ്ങ് തൊട്ട് വിടിവിക്കുന്ന കൃപയ്ക്ക് നന്ദിയപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു ഭവനത്തിൻ്റെ അകത്ത് കർത്താവ് എന്നെ കാണിക്കുക. നമ്മുടെ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ചെമ്പരത്തി എന്നുള്ളൊരു വാക്ക്, പൂവല്ല ഞാൻ കാണുന്നത്, ചെമ്പരത്തി എന്നുള്ളൊരു വാക്ക് ഇങ്ങനെ ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ എടുത്ത് കണ്ടുപിടിക്കുക. അതിന് എഴുതി വെച്ചിരിക്കുന്നതാണോ എന്തോ അതെനിക്കറിയത്തില്ല. ചെമ്പരത്തി എന്നുള്ള ആ വാക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു ഭവനത്തിൻ്റെ അകത്തൊരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ ഒരു ഭവനത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ചെമ്പരത്തി എന്നുള്ളൊരു പേരാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വ്യക്തിയുടെ പേരാണ് എനിക്കറിയത്തില്ല. പക്ഷെ ആ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഭവനത്തിൻ്റെ അകത്ത് ഈ പേരിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ തുറന്നു പ്രാർത്ഥിക്കുന്നു. ആ ഭവനത്തെ ദൈവം ഇന്ന് തൊടാൻ വേണ്ടി ബ്രദർ, അത് എന്റെ വീട്ടിലെ ഇന്ന് കൊറേ ചെമ്പരത്തിപ്പൂ കൊണ്ടുവന്ന് അതിങ്ങനെ നിലത്ത് ഒരു പേപ്പർ ഇട്ടിട്ട് അതിലിട്ടിരിക്കുകയാണ്. ഒരാൾ ചോദിച്ചു, അവർക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി. അങ്ങനെ കുറെ ചെമ്പരത്തി, ഒരു 100 പൂ വരും. അങ്ങനെ നിലത്ത് പേപ്പർ വിരിച്ച് അതിലിട്ടിരിക്കുകയാണ് എന്റെ വീട്ടില്. അതെ അതെ, ഹോളിൽ ഇട്ടിരിക്കുക. കർത്താവിന് അതാ ഞാൻ ചോദിച്ചത്. ഞാൻ വീട്ടിൽ കാണാനാന്ന് ചോദിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് ഞാൻ സാധാരണ പൂവാന്ന് എനിക്കറിയാം, പക്ഷെ അത് വീടിന്റെ അകത്ത് എങ്ങനെയാണ് പൂ വരുന്ന അറിയത്തില്ല. ആണ് അവർ പറഞ്ഞത് അത് മൊത്തം പറിച്ച് അതിനകത്ത് ഇട്ടിരിക്കുക. ഓ യേശുവിന് ആ ഭവനത്തെ കർത്താവ് തൊടുവാന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് കർത്താവ് ഒരു വാക്ക് പറയും, ആ തലമുറകളുടെ ഭാവിയെ അടച്ചത് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സഹോദരി ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. അതിന്റെ അകത്തുനിന്ന് ദൈവം ചില യാത്രകളെ കർത്താവ് തലമുറയായിട്ട് ബന്ധപ്പെട്ട് തുറക്കാൻ വേണ്ടി പോവാണ്.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. കർത്താവെ അങ്ങ് തൊടുന്നല്ലപ്പ, അങ്ങ് തൊടുന്നല്ലപ്പ. ആമൻ പറഞ്ഞ സ്വീകരിച്ച് ആലോചനയെ സ്വീകരിച്ച് യേശുവെ നന്ദി കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് അങ്ങ് ചെയ്യുന്നല്ലപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് എല്ലാ നിന്ദകളും മാറട്ടെ, എല്ലാ നിന്ദകളും മാറട്ടെ, എല്ലാ പരിഹാസങ്ങളും മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. കർത്താവ് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചന്ദ്രന് വേണ്ടി ഈ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആ ഭവനത്തിൻ്റെ അകത്ത് കാണുന്നു, കുടുംബത്തിൻ്റെ അകത്ത് തന്നെ, ഈ ചന്ദ്രന്റെ ഭവനത്തിൻ്റെ അകത്ത്, ആ കുടുംബത്തിൻ്റെ അകത്ത് തന്നെ ഉള്ളൊരു ഒരു കസിൻ ആ ഭവനത്തിൽ താമസിക്കുന്നുണ്ട്. ആ ഒരേ കുടുംബത്തിൽ തന്നെ മറ്റൊരു കസിനും കൂടെ താമസിക്കുന്ന ഒരു ഭവനമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, ആ ഒരു സ്ഥലത്തിൻ്റെ മേലുള്ള ചില പ്രശ്നങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ, സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാഹികമായ പ്രശ്നത്തെക്കാൾ ഉപരി ആത്മതലത്തിൽ ചില പ്രശ്നങ്ങൾ നീങ്ങിയിട്ട് അതിൻ്റെ മേലുള്ള തടസ്സങ്ങൾ മാറുമ്പോൾ തന്നെ ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിനോട് പറയുന്നു, വലിയ സമാധാനത്തെ കർത്താവ് കൊണ്ടുവരാൻ വേണ്ടി പോവാന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് തുറന്നു പ്രാർത്ഥിക്കുന്നവ. അത്ഭുതകരമായ വ്യത്യാസം ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ഉണ്ടാകുന്നല്ലോ. ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ആ കുടുംബം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാട്ടെ. അത്ഭുതകരമായ വ്യത്യാസം സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പിതാവേ, നന്ദി പിതാവേ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിൻ്റെ വലിയ കൃപ ഇന്ന് അവിടെ തുറക്കുന്നില്ലപ്പ. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ. ആരാന്ന് വെച്ചാൽ എവിടെയാന്ന് വെച്ചാൽ നിങ്ങൾ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ ആമേൻ പറഞ്ഞ് ആലോചനയെ സ്വീകരിക്കുക. ഭവനത്തിൻ്റെ മേൽ സമാധാനത്തെ കർത്താവ് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. നന്ദി പിതാവേ, നന്ദി പിതാവേ. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനം എന്നെ കാണിക്കുന്നു. ആ ഭവനത്തിൻ്റെ ഹോളിൽ തന്നെ ഈ സെന്റ് ആന്റണീസ് എന്നുള്ള ഒരു പേരിൽ ഒരു കലണ്ടർ പോലത്തെ ഒരു സംഭവം വീടിന്റെ ഹോളിൽ തൂക്കിയിട്ടിരിക്കുന്നു. ആ കർട്ടൻ ഇരിക്കുന്ന ഈ തൂക്കിയിട്ടിരിക്കുന്ന സാധനത്തിന് തൊട്ട് താഴെ തന്നെ ഒരു ചെറിയ ടീപ്പോ പോലത്തെ ചെറിയൊരു സംഭവം അതിന്റെ തൊട്ട് താഴെ തന്നെയുണ്ട്. അതിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് താഴെ ഈ വെച്ചേക്കുന്നതിന്റെ തൊട്ട് താഴെ തന്നെ ഒരു ടീപ്പോ ഇരിക്കുന്നുണ്ട്. ആ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ എഴുതപ്പെട്ട ഇപ്പൊ ഈ പറഞ്ഞേക്കുന്ന പോലെ സെന്റ് ആന്റണീസ് എഴുതപ്പെട്ടിരിക്കുന്ന എന്താണോ അതിന്റെ ആ പ്രൊജക്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ തൊട്ട് താഴേക്കുന്ന ടീപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. അതിന്റെ അകത്തുണ്ടായിരുന്ന മൈക്ക് മ്യൂട്ട് ചെയ്യണം നിങ്ങളെ. നന്ദി പിതാവേ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് മാത്യു എന്നൊരു പേര് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ ഈ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിടുന്നത് ആലോചന ഇടപെടുന്നവർക്ക് അത് സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരിതാണ്. ഞാൻ പറഞ്ഞല്ലേ, പിന്നീട് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ഓർത്തിരിക്കത്തില്ല. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കർത്താവ് ഇടപെടുന്നതാണ്. എനിക്കത് ഓർത്ത് വെക്കുക എന്നുള്ളത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നതുകൊണ്ട് പറ്റത്തില്ല. അത് കേൾക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ആലോചന കേട്ടത് സ്വീകരിച്ച് ജീവിതത്തിൽ മാറ്റം ഉണ്ടായ എത്ര പേരുണ്ട്? പ്രവചന ആലോചന കേട്ട് ഏറ്റെടുത്ത് ജീവിതത്തിൽ അത്ഭുതം നടന്ന എത്ര പേരുണ്ട്? മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെറുതായിട്ട് കാണരുത്. നിങ്ങളുടെ ലൈഫിനെ ടേൺ ചെയ്യിപ്പിക്കുന്നതാണ് ഈ പ്രവചന ആലോചനകളൊക്കെ. നിങ്ങളുടെ ജീവിതത്തെ ടേൺ ചെയ്യും. വളരെ ദൈവത്തെ ഇപ്പൊ ഞാനെന്ന വ്യക്തി ഇവിടെ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ. സ്വർഗത്തിലെ ദൈവം നിങ്ങളെയും എന്നെയും കണക്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് വേണ്ട ആലോചന, ചിലപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ബ്രദറെ ഒരു വാക്ക് എനിക്ക് വേണ്ടെന്ന് പ്രവചിച്ച് പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് വന്നില്ലെന്നിരിക്കും. എപ്പോഴും ഞാൻ എല്ലാവരും ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ കാരണം ഇതൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ സമയത്ത് എൻ്റെ മൈൻഡ് മൊത്തം കൂടുതലും ഞാൻ ഈ ഒരു പ്രാർത്ഥന അന്തരീക്ഷം. ചിലപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കുന്ന സമയത്ത് കാർ ഓടിക്കുമായിരിക്കും, ഞാൻ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ദൈവം ആലോചന ഇടപെടത്തില്ലെന്നല്ല പറഞ്ഞത്. ഞാൻ എല്ലാവരെയും വിളിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് വാന്ന് പറഞ്ഞാൽ ഈ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ കൂടുതൽ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? നമ്മളെ ബലപ്പെടുത്തും ആലോചനയ്ക്ക് വേണ്ടിയും. കാരണം നിങ്ങൾ വചനത്തിലും ആ കൂട്ടായ്മയിലും ബലപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവം കൂടുതൽ ഇടപെടും. അതുകൊണ്ടാണ് ഞാൻ കൂട്ടായ്മയിലേക്ക് വരാൻ പറഞ്ഞത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പാ.
യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, ഞാൻ ആര്യ എന്ന് പറഞ്ഞ പേര് ഇവിടെ കാണുന്നുണ്ട്, ആര്യ റോസ് വിൽസ് എന്നുള്ള പേര് കാണുന്നുണ്ട്. ഞാൻ പറയുകയാണ്, ആ വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞ പേര് ഞാൻ ഇവിടെ കണ്ടു. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് വലിയ പ്രവർത്തികളെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. എന്നോട് വാക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ ഇടർച്ചകളെ നീക്കി ദൈവം ഒരു വിശാലമായ നദി തുറക്കാൻ വേണ്ടി പോകുന്ന, ഹാഗറിന് വേണ്ടി തുറന്നതുപോലെ ദൈവം ചിലത് തുറക്കാൻ വേണ്ടി പോവാന്ന് കർത്താവ് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഉയരത്തിലെ നന്മകൾ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ വിനോദിനി എന്ന് പറഞ്ഞൊരു പേര് കർത്താവ് എന്നെ കാണിക്കുക. ആ ഒരു വ്യക്തിയുമായിട്ട്, വിനോദിനിയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം ഒരു വാക്ക് പറയുന്നു. ഒരു 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 നന്മയുടെ വാതിൽ, ചില വരുമാന മാർഗത്തിൻ്റെ വാതിലിനെ വിനോദിനിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് തുറക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, സാമ്പത്തിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഗ്രഹമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്താട്ടെ. ദൈവം ആ വ്യക്തിയെ കണക്ട് ചെയ്തൊരു ബ്ലെസ്സിങ്, വിരോധവുമായി നിന്ന് ബ്ലെസ്സിങ് ആക്കി മാറ്റാൻ വേണ്ടി പോവാന്ന് പറയുന്നു. പറയാൻ വേണ്ടിയാണ് നിങ്ങൾ മ്യൂട്ട് മാറ്റിയെങ്കിൽ നിങ്ങൾ പറയുക. അല്ലാത്തവരൊക്കെ മൈക്ക് മ്യൂട്ട് ചെയ്തേ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. അല്ല, എനിക്ക് ഓൾ മ്യൂട്ട് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ മേലാതെ വരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്താട്ടെ. വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങളുടെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. ആ രോഗത്തെയും രോഗശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്ന അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ ഓരോ വ്യക്തികളുടെ മേൽ സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ തുറന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സൗഖ്യം തുറക്കട്ടെ. യൂട്യൂബിലെ കാണുന്നവർക്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് പ്രാർത്ഥനയുടെ ലിങ്ക് ഉണ്ട്. ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ പങ്കുചേരാം. അതിന് ലിങ്കിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കിടന്ന് കറങ്ങാതെ, യേശുവിൻ്റെ നാമത്തിൽ കമൻറ്റ് ചെയ്യാതെ നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വലിയ നന്മകളാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സൗഖ്യമാണ്. കൈവച്ചിട്ട് പറ, എൻ്റെ രോഗം ഞാൻ അനുഭവിക്കേണ്ട കാര്യമില്ല, ഞാൻ അവകാശിയാന്ന് പറ. ഞാൻ സൗഖ്യത്തിന് അവകാശി. എൻ്റെ മരുന്ന് യേശുവിൻ്റെ വചനമാണ്. പാരസിറ്റമോൾ തപ്പുന്നത് പോലെ തന്നെ കർത്താവിൻ്റെ വചനമാണ് മരുന്ന്. അത് കൺമുമ്പിലുണ്ട്. ക്യാൻസറോ ട്യൂമറോ ഏത് രോഗമായിക്കോ എല്ലാത്തിനും ഒറ്റ മരുന്ന്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ മരുന്നെടുത്ത് കഴിച്ചേ. എന്നിട്ട് ആ രോഗത്തോട് പറ, ഗുഡ് ബൈ പറ. യേശുവിൻ്റെ നാമത്തിൽ ജീവിതത്തിൽ നമ്മൾ ഇനി ഒരിക്കലും കാണത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാണ്, ഇപ്പോൾ അത്ഭുതമാണ്. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോരുത്തരും തൊടുന്നതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ, ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുവാണ്. യേശുവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവൻ കൊയ്യും എന്ന വചനത്താൽ ബ്ലസ് ചെയ്യുന്നു. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളെ പിന്തുടരും. കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ എല്ലാ മേഖല ഫിനാൻഷ്യൽ ഡോറുകൾ തുറന്നു വരട്ടെ. സാമ്പത്തിക ഉറവകൾ തുറക്കട്ടെ. എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിശാലത ഉണ്ടാകട്ടെ. ഇപ്പോൾ ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നപ്പ മുന്നോട്ടും വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിതയ്ക്കാൻ. ഞാനിന്ന് പറഞ്ഞതുപോലെ തന്നെ ബ്രദറിന് കൊടുക്കുവല്ല, ഏതോ സംഘടനയ്ക്ക് കൊടുക്കുവല്ല. കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ ബ്ലസ് ചെയ്യുന്നു. വിശാലത ഉണ്ടാകട്ടെ. ആ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. അവരുടെ ജോലിയിൽ വിതച്ചവരെ ഞാൻ അനുഗ്രഹിക്കുന്നപ്പോൾ അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനവുണ്ടാകട്ടെ. എല്ലാ തകർച്ചകളും മാറട്ടെ. എല്ലാ നിരാശകളും മാറട്ടെ. എല്ലാ നിന്ദകളും മാറട്ടെ. ഞങ്ങൾ പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നപ്പോൾ യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ, നിങ്ങൾ സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ പറ. സാക്ഷികൾ ചുരുക്കം വാക്കിൽ പറയാൻ ശ്രമിക്കണം, നീട്ടിപ്പോകാതെ. എന്താണോ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്, എന്താണോ നിങ്ങളുടെ അവസ്ഥ. ഇനി ആലോചന പറയുന്നവർ ഒരേ ആലോചന ഒരാൾ പറയും, ബ്രദർ അത് എൻ്റെയും കൂടെയാണ് എടുത്ത് പറയണ്ട. നമുക്ക് അടുത്തയെ കൊണ്ട് അവസരം കൊടുക്കുക. നിങ്ങൾ ഏറ്റെടുത്താൽ മതി. കർത്താവ് സഹായിക്കട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ.
ബ്രദറെ ഒരു സാക്ഷിന്റെ പറഞ്ഞോ ബ്രദറിന് അനേകർക്ക് രോഗസൗഖ്യം സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്റെ ഒരു കൂട്ടുകാരി നദീറ, അവളുടെ ഒരു ചെസ്റ്റ് മാറ്റിയതാണ്. ഇപ്പോ കഴിഞ്ഞ ഒരു മാസം ആയിട്ടില്ല, അപ്പോഴേക്കും മറ്റേ ചെസ്റ്റിൽ ഒരിത്തിരി ഡൗട്ട് തോന്നിയിട്ട് അവര് 10 ദിവസം മുന്നേ ഡോക്ടറെ കണ്ട് എല്ലാം ബയോപ്സിക്ക് അയച്ചിരിക്കുകയാണ്. നാളെയാണ് അതിന്റെ റിസൾട്ട്. അവളും ഈ പ്രയറിൽ കയറി പ്രാർത്ഥിച്ചിരിക്കുന്നുണ്ട്. ഞാനപ്പോ അത് ഏറ്റെടുത്തേക്കാണ്. നാളത്തെ റിസൾട്ട് യേശുവിന്റെ നാമത്തിൽ അത് നെഗറ്റീവായി മാറട്ടെ, ക്യാൻസർ അവളെ വിട്ടു മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ബ്രദറെ. തീർച്ചയായിട്ടും ഇപ്പം മുതൽ പറഞ്ഞ സിസ്റ്ററെ, കർത്താവ് ആ രോഗം മാറ്റിയത് നന്ദി പറഞ്ഞാൽ മതി. ഞാൻ അത്ഭുത സാക്ഷ്യമായെന്ന് മാത്രം പറഞ്ഞ് തീരുമാനം എടുത്താൽ മതി. വലിയൊരു സാക്ഷ്യമുണ്ട്, കർത്താവ് അത് മാറ്റിക്കൊണ്ട്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഞാനിപ്പോ നിങ്ങൾക്ക് ഓരോരുത്തർ പറയുമ്പോൾ ബാക്കിയുള്ളവരെ ഞാൻ അൺമ്യൂട്ട് ചെയ്യുവേ. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. പറഞ്ഞോ ബ്രദറെ കേൾക്കാമോ? പറഞ്ഞോ ബ്രദറെ, എന്റെ ഒരു ഫ്രണ്ടിന്റെ മോനെ പിന്നെ കുറെ നാളായിട്ട് അവന് മോഷണി കൂടെ ബ്ലഡ് പോവായിരുന്നേ. അപ്പം ആ ഫാമിലി ഫുള്ള് ഫാദറും എല്ലാം ഡോക്ടർമാരാണ്. പക്ഷെ അവർക്ക് എന്നാലും ഇത് കണ്ടപ്പോ അവര് മൊത്തം അപ്സെറ്റ് ആയിപ്പോയി. അവർക്ക് മൊത്തം പേടിയും ധൈര്യം ഇല്ലാതെ ഉള്ള അവസ്ഥയെ കൂടെ ഒരു 2 ആഴ്ച കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവര് ആരോടും പറഞ്ഞതുമില്ല, എന്നോട് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക, കുഞ്ഞിനെ അങ്ങനെയൊന്നും വരത്തില്ല, യേശുവിന്റെ തിരുമുറിവിനാൽ കുഞ്ഞിന് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് അവര് മറ്റുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല. എന്നാലും ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ പൂജാമുറിയിൽ ഇരുന്ന നിങ്ങൾ ഈ ഒരു വാക്ക് മാത്രം പറയും, സത്യത്തിലും സത്യമായ ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഇതിപ്പോ സംഭവിച്ചിരിക്കുമെന്ന് പറഞ്ഞ് അവര് പൂജാമുറിയിൽ നിന്ന് അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ബ്ലഡ് റിസൾട്ട് വന്ന ഉടനെ അതൊന്നുമില്ല, പേടിക്കുന്ന മാതിരി ഒന്നുമില്ല, ഏതോ ഒരു ഫംഗസ് ഇൻഫെക്ഷൻ വന്നിട്ട് ബ്ലഡ് പൊക്കോണ്ടിരിക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞു. ദൈവം അതിനെ പൂർണ്ണമായിട്ടും മാറ്റിക്കൊടുത്തു. മാറ്റുവാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. ആമേൻ. തീർച്ചയായിട്ടും പ്രിയസിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ സുവിശേഷത്തിന് വേണ്ടി കർത്താവിന്റെ സുവിശേഷം കൊടുക്കുന്നതാണ്. പറഞ്ഞ പോലെ തന്നെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടായിരുന്നു. ഡോക്ടർമാരുള്ള ഫാമിലിയാണ്, അവരെല്ലാം പാനിക്കായി പോയി. പക്ഷെ സഹോദരി പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നുള്ള വചനം പറഞ്ഞു. അത് മാത്രമല്ല, ആ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുകയും ഇപ്പം അതിന് ഒരു കുഴപ്പമില്ല എന്ന് പറയുവാൻ ഇടയായി തീർന്നു. കർത്താവ് സൗഖ്യമാക്കി. കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തെ ഉപയോഗിക്കുക. കർത്താവ് ഉയരത്തിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായി തീരും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനിയും കർത്താവ് ഉപയോഗിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ബ്രദറെ ഞാൻ പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്നും എനിക്ക് ഈ മാസം മാറി കൊടുക്കണമെന്ന് ഓണർ പറഞ്ഞായിരുന്നു ബ്രദറെ. അങ്ങനെ ഞാൻ എന്റെ മക്കളും ആകെ വിഷമിച്ചിരുന്നപ്പോ ഞങ്ങള് കൊല്ലത്തെ പ്രാർത്ഥനയിൽ വന്നപ്പം കണ്ടുമുട്ടിയതാണ് നമ്മളെ ഗ്രൂപ്പിലുള്ള സ്മിത എന്ന് പറയുന്ന സിസ്റ്റർ. ആ സിസ്റ്ററിനെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞ ഉടനെ സ്മിത സിസ്റ്റർ പറഞ്ഞു, ശശി എന്ന് പേര് കാണിക്കുന്നു ചേച്ചി, എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അത് ഫോൺ വെച്ചതിന് ശേഷം ഞങ്ങളെ ഏരിയയിലുള്ള ബ്രോക്കർമാരെ എല്ലാം ശശി എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് 2 ദിവസം കൊണ്ട് നിൽക്കുകയായിരുന്നു ബ്രദറെ. പക്ഷെ ഇന്നലെ വൈകിട്ട് എന്റെ മോൻ പോയി ഒരു വീട് കണ്ടമ്മ, ഈ വീട് കൊള്ളാം, നമ്മളെ റേറ്റിന് തക്കതാണമ്മ എന്ന് പറഞ്ഞു. നോക്കിയപ്പം ബ്രദറെ, ആ വീടിന്റെ ഓണറിന്റെ പേര് ശശി. എന്റെ കർത്താവ് എന്തുമാത്രം ഞങ്ങളെ കരുതുന്നുള്ളത് എനിക്ക് വിശ്വാസമായി ബ്രദറെ. തീർച്ചയായിട്ടും സിസ്റ്റർ വിശ്വസിച്ചോണം. കർത്താവ് ഇടപെട്ടി. ഇന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അടുത്ത് തന്നെ പ്രാർത്ഥനയ്ക്ക് വന്ന സഹോദരിയാണ് ആ സ്മിത സിസ്റ്റർക്ക് വേണ്ടി. അപ്പം നാളെ മുതൽ ആരും സിസ്റ്ററുടെ നമ്പർ തപ്പി പോകരുത്. നിങ്ങളെ എല്ലാവരും ഇതേപോലെ കർത്താവ് ഉപയോഗിക്കും. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ ആ സഹോദരി പ്രാർത്ഥിച്ചു, കർത്താവ് വെളിപ്പെടുത്തി. ഇന്ന് ആ പറഞ്ഞ പേര് വെളിപ്പെടുത്തി. പറഞ്ഞ ദൈവം നമുക്ക് വേണ്ടി എല്ലാം കണ്ടുവച്ചിട്ടുണ്ട്. ഇന്ന് ആ കുടുംബത്തിൽ ആ ഓണർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ സഹോദരിയെ കർത്താവ് ഉപയോഗിച്ചില്ല. സ്മിത സിസ്റ്ററെ കൂടുതൽ പിന്നെയും കർത്താവിന്റെ നാമത്തിൽ ഇനിയും ശക്തമായിട്ട് കർത്താവ് ഉപയോഗിക്കട്ടെ. അനേകർക്കൊരു അനുഗ്രഹമാകട്ടെ. നിങ്ങളെല്ലാവരും ഇതേപോലെ. അപ്പോൾ ഒരു സ്മിത സിസ്റ്റർ അല്ല, അനേക സ്മിത സിസ്റ്റർമാർ ഇതിൻ്റെ അകത്ത് നിന്ന് പൊങ്ങി വരട്ടെ. അനേക പ്രവചിക്കുന്നവർ പൊങ്ങി വരട്ടെ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. ആ മനുഷ്യനെ അനുഗ്രഹിച്ചോണം, ആ ഹൗസ് ഓണറെ അനുഗ്രഹിച്ചോണം. ദൈവം വെളിപ്പെടുത്തിയത് ഒരു വീട് കിട്ടാൻ വേണ്ടി മാത്രമല്ല, ആ വ്യക്തിയെ നിങ്ങളിലൂടെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ദൈവം ഉപയോഗിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് ഇടപെട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സിസ്റ്റർ
പ്രൈസ് പറഞ്ഞു ലോർഡ് ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. ഞാന് കാനഡയിൽ നിന്നാണ് പറയുന്നത്. എൻ്റെ ബ്രദറിന് വേണ്ടി ഒരു വീട് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്രാർത്ഥന സഹായം വാട്സാപ്പ് ഗ്രൂപ്പില് ആ ഒരു നമ്പറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീട് വാങ്ങാൻ സാധിച്ചു. പ്രാർത്ഥന ദൈവം കേട്ടു. പ്രാർത്ഥിച്ച ബ്രദറിന് ബാക്കിയുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവനാമത്തിന് നന്ദി പറയുന്നു. $8 ലക്ഷം ഒരു വീട് വാങ്ങാൻ സാധിച്ചു. അത് ദൈവനാമത്തിന് മഹത്വത്തിനായി ദൈവം ചെയ്തു തന്നതിനായി നന്ദി പറയുന്നു. ആമേൻ. നന്ദി കർത്താവ്. യേശു പറഞ്ഞ പോലെ തന്നെ വലിയൊരു വിഷയമായിരുന്നു ഭവനം പറഞ്ഞത്. എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഭവനങ്ങൾ, നിങ്ങൾ എപ്പോഴും പറഞ്ഞ ദൈവം നമുക്ക് ഭവനങ്ങളെ തരും. ഒരു തുടക്കം മാത്രമാണ് സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് രാജ്യത്ത് ഇനിയും അനുഗ്രഹിക്കട്ടെ. സാക്ഷിയായി യേശുവിന്റെ സാക്ഷിയായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ പറഞ്ഞു. ഹലോ ബ്രദറെ, കേൾക്കാവോ? കേൾക്കുന്നുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. ഞാനേ വിളിച്ചത്, എനിക്കാണെങ്കിൽ എന്റെ നാത്തൂനായി ഇതിന്റെ ലിങ്ക് തന്നത്. അപ്പൊ എനിക്ക് ഒരു മാർച്ചൊക്കെ ആയപ്പോഴത്തേന് വയറ്റ് ഭയങ്കര വേദന വന്ന് ഞങ്ങൾ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ അവര് പറഞ്ഞു ഓവറിക്കകത്ത് 4 സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഈ മീറ്റിംഗ് ഞാൻ കയറിയിട്ട് ഞാൻ കർത്താവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞു എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാത്തൂന്റെ വയറ്റിൽ കൈവച്ച് എന്റെ പേർക്ക് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്തു. ഇപ്പം ശനിയാഴ്ച ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ പോയി. അപ്പൊ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോ ഇന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പം ട്യൂമറും ഇല്ല, ഒന്നുമില്ല. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ദൈവത്തിന് സമയത്ത് ഓവറിക്കകത്തുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്ന മുഴയുണ്ടായിരുന്നു. ഇന്ന് സൗരി പറഞ്ഞു അന്ന് മുതൽ അതുപോലെ തന്നെ അത് നമ്മുടെ ക്യാൻസറിന്റെ ഒരു ടെസ്റ്റ് ഉണ്ട്, CA 125. അത് ചെയ്തപ്പം അത് 35 വരെ നോർമൽ, അതിൽ കൂടുതലുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആന്നുള്ള. അപ്പൊ എനിക്ക് 36 കാണിച്ചായിരുന്നു. പറഞ്ഞു. അതിപ്പം ഇവിടെ ചെയ്തില്ല. ഇനി നമ്മൾ അതൊന്നും ചെയ്യാൻ പോകുന്നില്ല. ദൈവത്തെ ഞാൻ ഒത്തിരി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് എപ്പോഴും ഞാൻ പറയും, ഞാൻ പണി ചെയ്യുമ്പോഴും എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കും. അതുകൊണ്ട് തന്നെ നാത്തൂനും ഈ മീറ്റിംഗ് കയറി അമ്മമ്മയുടെ വയറ്റത്ത് കൈ വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഇന്ന് എന്നോട് പറഞ്ഞു, ഇന്ന് മോള് സാക്ഷി പറയണമെന്ന് പറഞ്ഞു. അപ്പൊ അതാ ഞാൻ വിളിച്ചത്. ദൈവത്തിന് നന്ദി പറയുന്നു. നന്ദി കർത്താവ്. എന്ന് പ്രേസ് പറഞ്ഞുകൊണ്ട് വലിയൊരു സാക്ഷ്യമാണ് ആ മുഴ. അവർ രണ്ടാമത് ചെക്ക് ചെയ്തപ്പോഴേക്കും അവിടെ ഇല്ല, അത് അപ്രതീക്ഷിതമായിരിക്കുന്നു. എന്ന് ആലോചിച്ച് നോക്കി. കർത്താവ് സുവിശേഷത്തിന്റെ. അപ്പൊ നിങ്ങൾ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വ്യക്തിയോടല്ല, എല്ലാവരും ഞാൻ പറയുന്നത്, കർത്താവ് നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ നിങ്ങളുടെ അവസ്ഥയിൽ നിന്നും രോഗത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിങ്ങൾ രക്ഷിക്കുവാനാകും. നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾ എവിടെയൊക്കെയോ കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും നന്മകൾക്ക് ഒരു തടസ്സം. സൗകര്യം പറഞ്ഞുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തു. ബിലീവേഴ്സിൽ തിരുവല്ലയിൽ കാണിച്ചു. ആ വയറ്റിൽ സിസ്റ്റം ഉണ്ടെന്ന് അവർ പറഞ്ഞു. അന്നു മുതൽ കൈവച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശു, നമുക്കറിയാം അത് സർജറി ചെയ്യാതെ മാറത്തില്ല. ഒരു കൈവച്ചു പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരുന്നു. രണ്ടാമത് ചെക്ക് ചെയ്തപ്പോഴേക്കും അങ്ങനെ ഒരു മുഴ അവിടെയില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവിടെയില്ല. പൂർണ്ണ സൗഖ്യം അവിടെ സംഭവിച്ചിരിക്കുന്നു. ഇസ്രായേൽ ഇന്നു മുതൽ പറഞ്ഞോണം, ദിവ്യ ആരോഗ്യത്തോടെ, രോഗത്തിലല്ല ആരോഗ്യത്തോടെ ഞങ്ങൾ നടക്കും. എല്ലായിടത്തും പോയി യേശുവിന്റെ സാക്ഷിയാകുന്നു തീരുമാനിച്ചു. വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷി? ഞാൻ ഈ സാക്ഷി ഒരാൾ പറയുമ്പോൾ ബാക്കി ഞാൻ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സാക്ഷിയുള്ളവരൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. കാര്യം എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ബ്രേക്ക് ആയി പോകുന്നത് വിഷയമുള്ളതുകൊണ്ടാണ്. മറ്റാരും വല്ലതും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ഞാൻ മിനിഞ്ഞാന്ന് ഞാൻ ഇവിടുന്ന് പാലക്കാട് നിന്ന് കോട്ടയത്തേക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം ഞാൻ റോഡ് ബ്ലോക്കിൽ പെട്ട് കിടന്നു. അപ്പോഴൊക്കെ ഞാൻ ഈ എപ്പോഴും പാട്ടും കേട്ട് അല്ലെങ്കിൽ പ്രസംഗമൊക്കെ കേട്ടിട്ടാണ് പോകുന്നത്. എനിക്കിതിങ്ങനെ ഓരോ റോഡിൽ നിന്ന് മാറി മാറി കയറിക്കൊണ്ട് പോകുമ്പോഴും ഒക്കെ ഇതിങ്ങനെ വന്നതോടുകൂടി ഞാൻ ആ പാട്ടൊക്കെ നിർത്തി അങ്ങോട്ട് അന്യഭാഷയിൽ കുറച്ചു നേരം ആരാധിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പോകുന്ന അതിന് മുമ്പ് ഞാൻ നോക്കി, പിന്നെ 1 മണിക്കൂർ 55 മിനിറ്റ് ആണ് എനിക്ക് കാണിച്ചത് കോട്ടയം വരെ എത്താനുള്ളത്. പക്ഷെ കൃത്യം 1 മണിക്കൂർ ആയപ്പോഴേക്കും ഇതെല്ലാം മാറി കൃത്യം 1 മണിക്കൂർ കൊണ്ട് ഞാൻ അവിടെ എത്തുകയും ചെയ്തു. കർത്താവിന് സ്തോത്രം.
ആമേൻ. നന്ദി കർത്താവേ. തീർച്ചയായിട്ടും നമ്മൾ അന്യഭാഷകൾ നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ കർത്താവ് വലിയ വലിയ കാര്യങ്ങൾ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ ലോകത്തിലെ കണക്ഷൻ മാറ്റി ദൈവത്തിലെ കണക്ഷനാണ് ചെയ്യുന്നത്. പിന്നെയും പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഞാനൊരു സാക്ഷി പറയുന്നത് പറഞ്ഞു സിസ്റ്ററെ. കഴിഞ്ഞ 2-3 ദിവസമായി ഞങ്ങളുടെ അടുത്തൊരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. നല്ല വെള്ളി ശനി ഞായർ വെള്ളിയാഴ്ച വരെ ആ കൺവെൻഷന് പോകാനെ കൊണ്ട് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ഞാനിരുന്നത്. അത് അവിടെ കൊടുക്കാനെ കൊണ്ട് ഞാൻ വളരെ ഭാരപ്പെട്ട് അവിടെ കൊടുക്കാനെ കൊണ്ട് എൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിച്ച് വളരെ ഭാരപ്പെട്ട് ദൈവവചനം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച രാവിലെ അവിടെ ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതിനൊക്കെ പോയി വന്നപ്പോഴൊന്നും എൻ്റെ ഒന്നുമില്ല. എന്നാൽ ഉച്ച കഴിഞ്ഞ സമയത്ത് മിർക്കിൾമണി പോലെ എൻ്റെ ദൈവം എനിക്ക് അവിടെ കൊടുക്കുവാനുള്ള സാമ്പത്തികം എൻ്റെ കൈ തന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. 3 ദിവസവും പോവാനും സാമ്പത്തികമായി അവിടെ സഹായിപ്പാനും ദൈവം എന്നെ സഹായിച്ചു. വലിയൊരു അത്ഭുതമായിരുന്നു അത്. എനിക്കത് ഒരിക്കലും ചിന്തിക്കാത്ത വിധത്തിൽ എനിക്കത് കിട്ടിയത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നന്ദി കർത്താവ്. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കുവാനില്ലായിരുന്നു. പക്ഷെ മിറക്കിൾ മണി അക്കൗണ്ടിലേക്ക് കയ്യിലോട്ട് വരുവാൻ ഇടയായി തീർന്നു. കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുവാൻ ഇടയായി തീർന്നു. പിന്നെയും ഓരോ സാക്ഷി കേൾക്കുമ്പോഴും ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നു. നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം നടക്കും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ആരാ സിസ്റ്റർ? അത് എന്റെ ഫ്രണ്ടിന്റെ അനിയത്തിയാണ്. അവള് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. അവളെ പേര് അവിടുതായിരിക്കും ബ്രദറെ. ഏറ്റെടുത്ത് സിസ്റ്ററെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. തടസ്സത്തെ കർത്താവ് മാറ്റാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. അവരുടെ ജീവിതത്തിൽ നമ്മൾ കാണാത്ത പല തടസ്സങ്ങളും ഉണ്ട്. ആ കുടുംബത്തോട് പറഞ്ഞ ഞാനൊരു പ്രാർത്ഥനയിൽ ഇങ്ങനെ കേട്ടതാണ്. ഒരു ബ്രദർ ഇങ്ങനെ നമ്മളെ അറിയാത്തൊരു ബ്രദർ ഇങ്ങനെ വെളിപ്പെടുത്തിയതാണ്. കർത്താവ് വലിയൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിഷയത്തെ കർത്താവ് എടുത്ത് മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? എന്തോ ബ്രദർ ഒരു ജോസഫ് കൈതയിൽ ജോസഫ് എന്നൊരു പേര് പറഞ്ഞു. കൈതയിൽ ജോസ് എന്റെ കൂട്ടുകാരിയുടെ ഭർത്താവ്, ലാലിയുടെ ഭർത്താവ്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ഒരു 7 മാസത്തോളമായി. അപ്പം ലാലി ഇന്ന് സൂമിൽ കയറിയിട്ടില്ല. അവർക്കൊരു മരണം ഉണ്ടായ എന്റെ സങ്കടത്തിൽ ആങ്ങളയുടെ മകൻ മരിച്ചുപോയി. ആ കുടുംബത്തോട് പറഞ്ഞ കർത്താവ് പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ്. ഈ ദിവസങ്ങളിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. വലിയ പ്രവർത്തികളായ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകട്ടോ. ആമേൻ. ഞാൻ ഏറ്റെടുത്തിട്ട് നാളെ യൂട്യൂബിൽ കേട്ടിട്ടെ ലാലി സാക്ഷ്യം പറഞ്ഞോളൂ. അവളുടെ ഭവന് ഒത്തിരി നാളുകളായിട്ട് പ്രതികൂലത്തിലൂടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്ന വിഷയമാണ്. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷ്യം കേട്ടോ. ശരി ബ്രദറെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. എന്തോ പറഞ്ഞു? സാക്ഷ്യം പറയാൻ വേണ്ടി എന്റെ ബിപി 7 വർഷമായിട്ട് ഞാൻ മരുന്ന് എടുത്തോണ്ടിരുന്നതായിരുന്നു. അപ്പം ഇപ്പൊ ഈ 1 വർഷമായിട്ട് ഞാൻ മരുന്ന് എടുക്കുന്നില്ല. എന്റെ ബിപി 130 ആയി. നോർമലായി. കർത്താവ് വലിയൊരു കൃപയാണ്. 17 വർഷമായിട്ട് ബിപിയുടെ മരുന്ന് കഴിക്കുന്ന ആളാണ്. ഇപ്പൊ 1 വർഷമായിട്ട് ഒരു മരുന്നും കഴിക്കുന്നില്ല. പക്ഷെ നോർമൽ കണ്ടീഷൻ നിൽക്കുന്നത് വലിയൊരു സാക്ഷ്യമാണ്. കർത്താവ് ഇടപെട്ടതിന് നന്ദി. വലിയ സാക്ഷ്യത്തിന് നന്ദി. കാലപ്പഴക്കമുള്ള ബന്ധനത്തെ കർത്താവ്, രോഗബന്ധനത്തെ കർത്താവ് വിടുവിച്ചതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം നമ്മുടെ അവകാശമാണ്. അത്ഭുതം നമ്മുടെ അവകാശമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തി അത്ഭുതം കാണുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? വേഗത്തിൽ പറഞ്ഞാട്ടെ. മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം.
വലിയ കൃപകളാൽ സ്വർഗത്തിലെ ദൈവം നിറയ്ക്കുന്നില്ല. യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കാണുന്നവർ, നിങ്ങൾക്ക് എപ്പോഴും പറഞ്ഞല്ലോ ലൈവ് നടക്കുന്ന ഇന്ത്യൻ സമയം നടക്കുന്ന ഈ 9 മണിക്ക് നടക്കുന്ന എല്ലാ ദിവസവും രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. വലിയ എക്സ്പീരിയൻസുകളെ കർത്താവ് ചെയ്യും. വചനത്തിലും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ആലോചനയിലും സൗഖ്യത്തിലും ആരോഗ്യത്തിലും അത്ഭുതത്തിലും കർത്താവ് നിങ്ങളെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. കുടുംബത്തെ ദൈവം സാക്ഷിയാക്കും. ലോകത്തിൽ നിങ്ങളെ അനുഗ്രഹമാക്കി മാറ്റും. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുത്തുകൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും എന്ന വചനത്താൽ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അത്ഭുതമാക്കി